Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Okay, please, we can start. Yes. ആരെങ്കിലും ഉണ്ടോ പ്രേയറിന് റെഡി ആയിട്ട്? Anybody? ഉണ്ടേ. ചന്തമേറിയ പൂവിലും ശാഫലാപമാം ശാലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലക അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഓക്കെ, വളരെ കുറച്ച് പേരേ ഉള്ളൂല്ലോ. Okay, anything else you people want to share? ഇനി തോട്ട് പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. പറയട്ടെ. People are often unreasonable and self-centered. Forgive them anyway. If you are kind, people may accuse you of ulterior motives. Be kind anyway. If you are honest, people may cheat you. Be honest anyway. If you are find happiness, people may be jealous. Be happy anyway. The good you do today may be forgotten tomorrow. Do good, give the world the best you have, and it may never be enough. Give your best anyway. For you, see, in the end, it is between you and God. It was never between you and them anyway. Mother Teresa പറഞ്ഞാണേ. Okay. Okay, very good. Okay, sign in ഒന്നുമില്ലേ? ഉണ്ട് മിസ്സേ, ഞാൻ സൈൻ. Okay, very good. ഒരു മിനിറ്റ്. Hi friends, did you know me? Yes. Did you know me? Yes. Yes. I'm a mango. Do you like to eat me? Yes. Yeah, Yes. very much. Yes, it's Mango. Today I introduce myself. My name is Mango. I am the sweetest fruit and I have a big hard seed inside. My color is yellow, green, orange, and everything. Have you seen? Yeah. Yes. Okay. I am rich in vitamins and iron and good for digestion. I am the strengthen your immune system. And did you know there are over 1,000 of variety mangoes in the world? Okay. Thank you. Okay, miss. Thank you. Okay. Good information ആയിരുന്നു മാംഗോനെ കുറിച്ച്. താങ്ക് യു. Okay, so where were we? നമ്മൾ എവിടെ വരെയായിരുന്നു? മിസ്സേ, എന്തോ? മിസ്സേ, ഞാൻ സ്റ്റോറി ടെല്ലിങ്ങിന് പോയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ. Okay, okay. ഞാൻ സ്റ്റോറി ടെല്ലിങ്ങിന് പോയി. നല്ല റെസ്പോൺസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും, ടീച്ചേഴ്സിനും പിന്നെ LKG UKG കോർഡിനേറ്റേഴ്സിനും ഒക്കെ ഭയങ്കരമായിട്ട് സ്റ്റോറി ഇഷ്ടപ്പെട്ടു. ഒരു 53 പേരൻസ് ഉണ്ടായിരുന്നു. അന്ന് മദേഴ്സ് ഡേ ആയ കാരണം സൺഡേ മദേഴ്സ് ഡേ അല്ലായിരുന്നോ? അപ്പോൾ ട്യൂസ്ഡേ ആയിരുന്നു പേരൻസിനോടൊക്കെ വരാൻ പറഞ്ഞായിരുന്നേ. അപ്പോൾ എല്ലാവരും വന്നു. ഒരു ക്ലാസ്സിൽ ഒരു 3 പേരൻസ് വെച്ച് 4th സ്റ്റാൻഡേർഡ് വരെ ഉണ്ടായിരുന്നു. എനിക്ക് LKG P ഡിവിഷനിലാണ് കിട്ടിയായിരുന്നത്. നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള നല്ല പിള്ളേര്.
അവരുടെ ക്ലാസ് റൂം ശരിക്കും മോണ്ടിസോറി എങ്ങനെയാണോ അതേപോലെ തന്നെ ആൽഫബറ്റ്സ് ഒക്കെ അത് നമ്മൾ ABCD നല്ല എഴുതിയിടുന്നത്. ഇത് അങ്ങനെയല്ല. SATP അങ്ങനത്തെ ആൽഫബറ്റ്സ് അവരെ അങ്ങനെയാ പഠിപ്പിക്കുന്നതെന്ന്. ABCD എന്നല്ല, അതിന്റെ ഫോണിക് സൗണ്ടും അതോട് കൂടിയിട്ടാ. പിന്നെ നല്ല രസമാണ് ക്ലാസ് റൂം ഒക്കെ കാണാൻ. നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. അപ്പൊ എന്നോട് പറഞ്ഞു, ഇയാള് മോണ്ടിസോറി പഠിക്കുന്നതല്ലേ, എന്തെങ്കിലും പാട്ടോ സ്റ്റോറിയോ വേറെ അറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്റെ വീഡിയോസ് ഒക്കെ എടുത്തു. എന്നിട്ട് അത് അവരുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടു. നല്ല രസമായിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇനി എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇയാളെ വിളിക്കാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ പിള്ളേര് ഞാൻ ദി ലയൺ ആൻഡ് മൗസ് എന്നുള്ള സ്റ്റോറിയാ പറഞ്ഞത്. അപ്പൊ 2 ക്യാരക്ടർ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പോയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പിള്ളേർ പറഞ്ഞു, ആന്റി ഇത് എനിക്ക് അറിയാം, എന്റെ വീട്ടില് എന്റെ പപ്പയും അമ്മയും ഇത് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. കുറച്ച് സ്റ്റോറി ഞാൻ പറഞ്ഞു. പിന്നെ ബാലൻസ് അവരെ കൊണ്ട് അപ്പൊ എന്താ എലി വലയൊക്കെ കടിച്ച് പറിക്കുന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഷോ മീ യുവർ ടീത്ത് എന്ന് പറഞ്ഞപ്പോ അവർ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ടീത്ത് കാണിച്ചു. അപ്പൊ അതിന്റെ കളർ എന്താന്ന് ചോദിച്ചപ്പോ ചാടി കയറി വൈറ്റ് ആന്നൊക്കെ പറഞ്ഞു. നല്ല രസമായിരുന്നു. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ പറഞ്ഞു എന്തായാലും മോണ്ടിസോറി ഒക്കെ ഒന്ന് കഴിയട്ടെ, വി വിൽ മീറ്റ് യു എന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. ഓക്കെ, സന്തോഷം. കേട്ടതിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ എവിടെ വരെയായി? തേർഡ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. തേർഡ് യൂണിറ്റ് ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ? നമ്മൾ സെൽഫ് കൺസ്ട്രക്ഷൻ എടുക്കണം. ശരി. ഓക്കെ, സെൽഫ് കൺസ്ട്രക്ഷൻ. നമ്മുടെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഒരു കുട്ടി ഡെവലപ്മെന്റ് സ്റ്റേജസ് അത് നാച്ചുറൽ ആയിട്ട് വരണം, സ്പോണ്ടേനിയസ് ആയിട്ട് പല കാര്യങ്ങളിലും കുട്ടികളിൽ വരണം, അങ്ങനെയുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞു. ഇനി നമുക്കറിയാം ലൈഫ് ഉള്ളത് ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല, അനിമൽസ് ഉണ്ട്, പ്ലാന്റ് ഉണ്ട് അല്ലെ? ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ലൈഫും ഫോണ എന്ന് പറഞ്ഞാൽ അനിമൽ ലൈഫും. അനിമൽ ലൈഫിൽ ഹ്യൂമൻ ബീങ്സ് മാത്രമല്ല അല്ലെ, ഇത് അനിമൽസും കൂടിയുണ്ട്. സോ അനിമൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ അനിമൽ ബേബീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ ബേബീസ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലെ? എങ്ങനെയാണ് നാച്ചുറൽ ഡെവലപ്മെന്റ്. അപ്പൊ ഈ അനിമൽസ് ജനിച്ച് കുറച്ച് ടൈമിനുള്ളിൽ തന്നെ അവരെ ഓടുന്നു, ചാടുന്നു, നടക്കുന്നു, പാല് കുടിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ഹ്യൂമണിന് ഡിപ്പെൻഡൻസി കൂടുതലാണ്. ഒരു ഏജ് വരെ അവർക്ക് എല്ലാ കാര്യത്തിനും അവർക്കൊരു ഡിപ്പെൻഡന്റ് ആയിട്ട് ആരെങ്കിലും അവർ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. തല പോലും ഉറച്ചിട്ടുണ്ടാവില്ല. ശരീരത്തിന്റെ ബാക്കി അവയവങ്ങളെല്ലാം, ഓർഗൻസ് എല്ലാം പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുണ്ടാവും ആ ഒരു ഏജിനനുസരിച്ച്. പക്ഷെ അപ്പോഴും മൈൻഡ് ഒരു ഭ്രൂണാവസ്ഥയിൽ, എംബ്രിയോ സ്റ്റേറ്റിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. പിന്നെ ആ സ്പിരിച്വൽ എംബ്രിയോയ്ക്ക് ആവശ്യമുള്ള ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഫ്രീഡവും എൻവിയോൺമെന്റും അല്ലെ? ഈ 2 ഫാക്ടേഴ്സ് ആണ് മനുഷ്യന്റെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കുട്ടികളെ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു, ഒരു അഡൾട്ടിന് ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അഡൾട്ട് ഓൾറെഡി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ജഗ്ഗിനകത്ത് വെള്ളം ഫില്ല് ചെയ്യാം, അഡൾട്ട് അത് യൂസ് ടു ഡു അല്ലെ? എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ആളെ സംബന്ധിച്ച്
ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് ആ പ്രോസസ്സും എൻജോയ് ചെയ്യുന്നു, അച്ചീവ്മെന്റിലേക്ക് എത്തുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ആ ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ അഡൽട്ട് ആൻഡ് ചൈൽഡ്. ഓക്കെ, ഇതിലെ ഫസ്റ്റ് പാരഗ്രാഫും ഇത് സെൽഫ് കൺസ്ട്രക്ഷൻ, അതും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിൽ വരുന്ന ഫസ്റ്റ് ചെറിയ പാരഗ്രാഫും ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും സെൻസിറ്റീവ് പീരീഡിന്റെ ഫസ്റ്റ് പാരഗ്രാഫും, ഇത് രണ്ടും ആരാ ഒന്ന് റീഡ് ചെയ്യാം? Self-construction. The child often works towards completion or perfection. This motivation is exactly driven by the child's need to connect with his world and find out who he is and what he is made of. The more of the child engaged in activities, the more he develops the understand himself. The sensitive period and absorbent mind are the two internal factors which help in the progress of the spiritual embryo of his self-construction. അടുത്തത് റീഡ് ഐറ്റംസ്. The sensitive period. It was a Dutch biologist, Hugo de Vries, who first noticed the sensitive period in the insect. അതൊന്നുകൂടെ പറയോ? ഹ്യൂഗോ ഡി വ്രീസ്, ഡച്ചോ എന്തോണെന്ന് തോന്നുന്നു. Disclosed that the female butterfly naturally loads her eggs in a protected spot at the angle formed by a branch on the trunk of the tree where it is safe and protected. When they hatches, the caterpillar can eat only then tender leaves, which are at the top end of the branch. De Vries discovered that caterpillars are sensitive toward light. Light attract it, which case them they crawl up to the end of the branch and it find the food to safety. It hunger. As the usefulness of of this sensitive passes, new sensitivity will occur. The help the caterpillar in search of other experience for it is living. എന്താ ചോദിച്ചല്ലോ ആര്യതിന്റെ പേജ് നമ്പർ വല്ലതാണോ? ടെക്സ്റ്റ് ആണോന്ന് ചോദിച്ചത് റീഡ് ചെയ്യുന്നത്. ടെക്സ്റ്റിലത്തെ അത് ഡിറൈവ്സ് എന്നാണോന്ന് ചോദിച്ചത്. ഡി ബ്രീസ് അത് ഒരു ഡച്ച് ഒരാളുടെ പേരല്ലേ, പേര് ഡച്ച് ലാംഗ്വേജിൽ അവരെന്താ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കാം? ഹ്യൂഗോ ഡി ബ്രീസ് എന്നായിരിക്കും ഒരാളുടെ പേരാണ്. അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ നാച്ചുറൽ ഡെവലപ്മെന്റിനെ പറ്റി പലതും നമ്മൾ പറഞ്ഞു പോയി. കുട്ടി വളരുന്ന എൻവയോൺമെന്റ്, അവിടെ നല്ല ഫ്രീഡം വിത്ത് ലിമിറ്റ്സ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ കുട്ടിക്ക് കിട്ടുന്ന ഓരോ ഫ്രീഡവും കാര്യങ്ങളും എല്ലാം നമ്മൾ നാച്ചുറൽ ഡെവലപ്മെന്റിൽ പറഞ്ഞു പോയി. ആ സമയത്ത് ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇന്റേണൽ എയ്ഡ്സ് ഉണ്ട്, സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു. പിന്നെ പറഞ്ഞു അഡൽട്ടും കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾ അങ്ങനെ ഒരു വർക്ക് ചെയ്ത് അവരെങ്ങനെ മുന്നോട്ട് പ്രൊസീഡ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ കംപ്ലീഷൻ അല്ലെങ്കിൽ പെർഫെക്ഷനിലേക്ക് എത്തുമ്പോൾ ഒരു അച്ചീവ്മെന്റ്, അക്കംപ്ലിഷ്മെന്റ് അല്ലെ, അവർക്കൊരു നേട്ടം, ഭയങ്കരമായിട്ട് ഹാപ്പി ആവും അവർ. അപ്പൊ എപ്പോഴും അവന് ചുറ്റുമുള്ള എൻവയോൺമെന്റുമായിട്ട് ആ വേൾഡുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ വേൾഡുമായിട്ട് കണക്ട് ചെയ്ത് വേണം കുട്ടിയുടെ ഓരോ സ്റ്റേജസും ഓരോ ഡെവലപ്മെന്റും എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നത്. കൂടുതൽ ആക്ടിവിറ്റിയിൽ കൂടുതൽ പ്രാവശ്യം ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവുക, അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ നീ ചെയ്യേണ്ട, നീ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ബാക്കി ചെയ്യുമ്പോൾ അവന്റെ ഡെവലപ്മെന്റ് അവിടെ അങ്ങ് നിന്ന് പോവുകയാണ്. അപ്പൊ കൂടുതൽ ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് അവർ ആ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. സെൻസിറ്റീവ് പീരീഡും ആൻഡ് അബ്സോർബന്റ് മൈൻഡും ആണ് ഇവരുടെ രണ്ട് ഇന്റേണൽ ഫാക്ടേഴ്സ്, രണ്ട് ടൂൾസ്, എയ്ഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു അവരുടെ ഈ ഡെവലപ്മെന്റിന്റെ പ്രോഗ്രസിന്. എംബ്രിയോ മൈൻഡ് എന്നുള്ള അത് സ്പിരിച്വൽ എംബ്രിയോ അപ്പോഴും എംബ്രിയോ സ്റ്റേറ്റിലാണ്. അപ്പൊ അതിനെ ഡെവലപ്പ് ചെയ്യിക്കുന്നു. പിന്നെ കുട്ടിയുടെ സെൽഫ് കോൺസെൻട്രേഷൻ, അവൻ തന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന്റെ അറ്റൻഷൻ, പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ഒക്കെ ഹൈ ആയിരിക്കും.
ഈ സെൻസിറ്റീവ് പീരീഡിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഭയങ്കര സെൻസിറ്റീവ് ആണ്, ചുറ്റും നടക്കുന്ന പലതുമായിട്ടും സെൻസിറ്റീവ് ആണ്, അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ ആയിട്ടൊരു ഡച്ച് ബയോളജിസ്റ്റ് ഹ്യൂഗോ ഡിവ്രീസ് പറഞ്ഞത്, നമ്മളുടെ ബട്ടർഫ്ലൈയുടെ മെറ്റമോർഫോസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ചെറിയ ക്ലാസ്സിൽ. ഇത് ഇങ്ങനെ മുട്ടയിടുന്നു, അത് ആ ലാർവയിൽ അത് കാറ്റർപില്ലേഴ്സ് ആയി മാറുന്നു. കാറ്റർപില്ലേഴ്സ് പിന്നെ പ്യൂപ്പാവസ്ഥയിലേക്ക് പോയിട്ട് പിന്നെ പ്യൂപ്പയിൽ പുറത്തേക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബീയിങ്ങിന്റെ കാര്യം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അപ്പൊ ഡച്ച് ബയോളജിസ്റ്റ് കാറ്റർപില്ലറിന്റെ അല്ലെങ്കിൽ ബട്ടർഫ്ലൈയുടെ മെറ്റമോർഫോസിസ് പരിണാമം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതുപോലെ തന്നെയാണ് മറിയ മോണ്ടിസോറി കുട്ടികളുടെ കാര്യം പറയുന്നത്. കുട്ടികളും അട്രാക്ട് ആവുന്നു ചില കാര്യങ്ങളിലേക്ക്, സെൻസിറ്റീവ് ആകും. ഇവിടെ ബട്ടർഫ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്പേസ് കണ്ടുപിടിക്കും, ഒരു മരത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റിന്റെയോ ഒക്കെ ഒരു ബ്രാഞ്ചിൽ എവിടെയെങ്കിലും പോയിട്ട് ഇത് മുട്ടയിടും. സേഫ് ആയിട്ടും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ് ഉറപ്പുവരുത്തിയിട്ട് ഇത് അവിടെ മുട്ടയിടും. ഇത് വിരിഞ്ഞു വരുന്ന കാറ്റർപില്ലേഴ്സ് ഭയങ്കര വിശപ്പായിരിക്കും ഈ കാറ്റർപില്ലറിന്, അപ്പൊ നല്ല തളിരിഴ കഴിക്കാനായിരിക്കും ആഗ്രഹം. അപ്പൊ ഇവ ലൈറ്റിന് സെൻസിറ്റീവ് ആണ്. അപ്പൊ ലൈറ്റ് നോക്കി നോക്കി ഇവർ ഈ ബ്രാഞ്ചിന്റെ ഈ ഒരു ട്രീയുടെ ടോപ്പ് മോസ്റ്റ് പോർഷനിലേക്ക് പോകും. അവിടെ താഴേക്കുള്ളതൊക്കെ നല്ല മൂത്ത ഇലകളൊക്കെ ആയിരിക്കുമല്ലോ, അപ്പൊ ടെൻഡർ ലീവ്സ് തളിരിലകൾ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകും. അപ്പം സൺലൈറ്റും ഉണ്ടാകും, അത് ഇവരെ അട്രാക്ട് ചെയ്യും. അവരങ്ങനെ ആ ലൈറ്റിനെ നോക്കി നോക്കി അവർ ഇഴഞ്ഞു പോകുന്നു. അങ്ങനെ എൻഡ് ഓഫ് ദി ബ്രാഞ്ചിൽ എത്തുന്നു. അവിടെ അതിന് വേണ്ടുന്ന സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമുള്ള ഫുഡ് അതിന് അവിടെ നിന്ന് കിട്ടുന്നു. അങ്ങനെ വിശപ്പെടണം. അപ്പൊ ഇത് ഈ ഒരു സെൻസിറ്റിവിറ്റി, ഇപ്പൊ ലൈറ്റ് ആണ് അവിടെ സെൻസിറ്റീവ് ആയി വന്നത്. അത് അതിന്റെ ഭക്ഷണം അന്വേഷിച്ച് പോകാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്തു. ഭക്ഷണം കിട്ടി, അത് വീണ്ടും കഴിച്ച് ആവശ്യത്തിനധികം കഴിച്ചിട്ട് പിന്നെ പ്യൂപ്പാവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ അതിൽ നിന്നാണ് ബട്ടർഫ്ലൈ പിന്നെ ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. മറിയ മോണ്ടിസോറി ഈ ഹ്യൂഗോ ഡിവ്രീസിന്റെ ഈ ഒരു ബട്ടർഫ്ലൈയെ കുറിച്ചുള്ള ആ ഒരു അനാലിസിസ് കുട്ടികളിലേക്ക് നേരെ റിഫ്ലക്ട് ചെയ്യിച്ചു. സിമിലർ, അതാണ് ഇനി പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാമോ? സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് കുട്ടികളിൽ വന്നു എന്ന് പറഞ്ഞ് മറിയ മോണ്ടിസോറി തുടങ്ങുന്നുണ്ട്. സോ അത് ബട്ടർഫ്ലൈയുടെ മെറ്റാമോർഫോസിസ് പോലെ ഹ്യൂമണിലും മെറ്റാമോർഫോസിസ് നടക്കുന്നു. ബേബീസ് അവർ അഡൽട്ട് ആകുന്നവരെയും അവരിൽ പല ഡെവലപ്മെന്റ് സ്റ്റേജസും മെറ്റാമോർഫോസിസ് നമ്മൾ പരിണാമം എന്ന് മലയാളത്തിൽ പറയും, അതാണ് നടക്കുന്നതെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് ആരെങ്കിലും റീഡ് ചെയ്തോളൂ. 2 പാരഗ്രാഫ്സ് ആ പേജ് തീരുന്നവരെ കേട്ടോ, ഈ 2 പാരഗ്രാഫ്സ് പ്ലീസ്. ഞാൻ വായിക്കാം മിസ്. ഈ ഡോക്ടർ മറിയ മോണ്ടിസോറി അത് മുതലല്ലോ മിസ്. ഓക്കെ. Dr. Maria Montessori was convinced that similar characteristics were also found in children. She said, children pass through definite periods in which they reveal psychic aptitude and possibilities which afterwards disappear. That is why at a particular epochs of their life, they reveal an intense and extraordinary interest in certain objects and exercise which one might look for in vain at a later age. During such a period, the child is endowed with special sensibility which urges him to focus his attention on certain aspects of his environment to the exclusion of others. Such attention is not the result of mere curiosity. mer തന്നെയാണോ മിസ്സേ? mer തന്നെയാണോ? It is more like burning passion. An emotion first rises from the depths of the unconscious and sets it in motion, a marvelous creative activity in contact with the outside world, thus building up consciousness. Sensitive periods are blocks of time in the child's life when he is absorbed with one characteristics of his environment to the exclusion of all others. This sensitivity towards certain stimuli lasts until a necessary need is fulfilled. These sensitive periods define the child's following in gaining knowledge of his surroundings. മതിയാ?
ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു ബട്ടർഫ്ലൈയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് കാറ്റർപില്ലർ സെൻസിറ്റീവ് ആണ്, അട്രാക്ട് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നു എന്ന് വരെയുള്ളൂ. പക്ഷെ പിന്നീടുള്ള കഥ നമുക്കറിയാം അല്ലെ. കാറ്റർപില്ലർ ആവശ്യത്തിനുള്ള ഫുഡെല്ലാം കഴിച്ച് പ്യൂപ്പാവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ അത് അതിനുള്ളിൽ കിടന്ന് അതിങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അത് പുറത്തേക്ക് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആയിരുന്നു. നമ്മൾ എന്താണ് ആരെങ്കിലും അറിയാതെ പ്യൂപ്പയിൽ പോയി കൊണ്ട് ഇങ്ങനെ കുത്തി പുറത്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഫോമിറ്റി വന്ന ഒരു ബട്ടർഫ്ലൈ ആയിരിക്കും വരുന്നത്. അത് അധികകാലം അതിനെ നേരം ജീവിച്ചിരിക്കില്ല. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യം. അവർക്ക് വളരാനുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അതിൽ കൂടെ അവർ കടന്നു പോകുമ്പോഴാണ് അവർ പൂർണ്ണമായിട്ട് കംപ്ലീഷൻ, അവരുടെ ഏജിന്റെ കംപ്ലീഷനിലേക്ക് അവർ എത്തുകയുള്ളൂ. കുട്ടികളും ഇതുപോലുള്ള ഡെഫിനറ്റ് പീരീഡിലൂടെ പാസ് ചെയ്യുന്നു എന്ന് മറിയ മോണ്ടിസോറി പറഞ്ഞിരിക്കുന്നു. അത് ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും അവർക്ക് ഓരോരോ കാര്യങ്ങളാണ് അവരിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് 3 വയസ്സ് വരെ നമ്മൾക്കറിയാം അവർക്ക് അൺകോൺഷ്യസ് മൈൻഡ് ആണ്. അത് 3 വയസ്സിന് ശേഷം അന്ന് ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ കോൺഷ്യസ് മൈൻഡായി മാറും. ഇനി അബ്സോർബൻ മൈൻഡ് കൂട്ടി, ഈ അബ്സോർബൻ മൈൻഡ് ആണ് ഈ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും ആയിട്ട് മാറുന്നത്. ഒരു പ്രായം വരെ നമ്മൾ എന്ത് പറഞ്ഞാലും ഇവരങ്ങോട്ട് വിശ്വസിക്കും. അമ്പിളിമാവനെ പിടിച്ചു തരാന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇവർ വിശ്വസിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഫാക്ട്, റിയാലിറ്റി, അത് റിയൽ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കും. ഓക്കെ, അങ്ങനെ അങ്ങനെ ഓരോ പ്രായം കഴിയുന്നതോറും പലതും ഡിസപ്പിയർ ആയിട്ട് പോകും. ആ മുഴുവൻ അന്ധമായ വിശ്വാസമൊക്കെ മാറി ഫാക്ട്, റിയാലിറ്റി, ഇൻഫർമേഷൻ, നോളജ് ആ ഒരു ലെവലിലേക്ക് പോകും അവര്. പിന്നെ പല കാര്യങ്ങളോടും ഓരോ കുട്ടിയും വ്യത്യസ്തരാണല്ലോ, യുണീക്കാണ്. ചിലർ ചില കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും അവരുടെ ഉള്ളിലുള്ള ആർജ്, നമ്മൾ ത്വര എന്നൊക്കെ പറയില്ലേ, ആർജ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ അഭിരുചി, ഇതൊക്കെ അനുസരിച്ചായിരിക്കും അവർ ഈ കാണിക്കുന്ന ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് കുട്ടിയെ അക്കാദമിക് സൈഡിലേക്കൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. ചില കുട്ടികൾ വരയ്ക്കും, ചില കുട്ടികൾക്ക് പാടാനുള്ള കഴിവായിരിക്കും, ചിലർക്ക് കുറച്ചുകൂടെ പ്രസന്റേഷൻ സ്കില്ലായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോന്നും അനുസരിച്ച് എൻ്റെ ഒരു ഫ്രണ്ടിന് 2 ആൺമക്കളാണ്. മൂത്ത മകൻ ഇങ്ങനെ ഷിപ്പിൽ അങ്ങനെ എന്തോ പോയി, അവന് അതായിരുന്നു താല്പര്യം, അതങ്ങനെ പോയി. രണ്ടാമത്തെ കുട്ടിയെ ഇവര് എന്താ പറയാ ഇൻ ക്ലാസ് ട്രെയിനിങ് പോലെ ഇങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങും കൂടെ കിട്ടുന്ന രീതിയിൽ ടൈപ്പ് ആകുന്ന സ്കൂളിലാണ് കുട്ടി ചേർത്തത്, ബ്രില്യന്റിന്റെ. അപ്പൊ അവിടെ അത് ആ കുട്ടി മാത്സ് എടുത്ത് ഈ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ചെയ്യുമായിരുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കുട്ടിക്ക് അതല്ല താല്പര്യം. കാരണം അവന്റെ അനാലിസിസും റീസണിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഭയങ്കര പക്കയായിരുന്നു. അവർക്ക് മനസ്സിലായി ഇവന് ഇഷ്ടപ്പെട്ട ഫീൽഡ്, ഇവൻ ഷൈൻ ചെയ്യുന്ന ഫീൽഡ് ലോയിലാന്ന് മനസ്സിലായി. അവനും അത് തന്നെയായിരുന്നു താല്പര്യം. എന്നിട്ട് അവർ ആ എഞ്ചിനീയറിംഗ് ആ ഓപ്ഷൻ വേണ്ടാന്ന് വെച്ച് +2 കഴിഞ്ഞപ്പോ നേരെ ലോ പഠിക്കാനുള്ള അതിന്റെ എൻട്രൻസ് എഴുതി. അവന് നല്ല റാങ്കും കിട്ടി, അവൻ അതിൽ നല്ലപോലെ ഷൈൻ ചെയ്യാനും തുടങ്ങി. അപ്പൊ അതാണ് കുട്ടികളുടെ ഇത് മനസ്സിലാക്കിയ എഞ്ചിനീയറിംഗ് അങ്ങനെ ആക്കി. പക്ഷെ പിന്നെ മനസ്സിലായി അവനും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അതൊന്നും അവന്റെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാണില്ല. പിന്നെ അവന്റെ സാറാണ് പറഞ്ഞത് ഇവൻ ഇങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ്ങും പ്രസന്റേഷനും അനാലിസിസും ഭയങ്കര ലോജിക്കൽ തിങ്കിങ്ങും ആണെന്നൊക്കെ പറഞ്ഞ് എന്തും പ്രസന്റ് ചെയ്യാനും എന്തിനെ കുറിച്ച് ഏത് ടോപ്പിക്കിനെ കുറിച്ചും എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഉണ്ടെന്ന് അവന്റെ സാറിന് മനസ്സിലായി. സാറാണ് പാരന്റ്സിനോട് പറഞ്ഞത് ഇങ്ങനെ ചെയ്യൂ, അവന് ഏറ്റവും നല്ല ഫീൽഡ് ഇതായിരിക്കും, ലോ ആയിരിക്കും, അവനൊരു എഞ്ചിനീയറോ അങ്ങനെ ആയി പോകേണ്ട ഒരാളല്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരങ്ങനെ തന്നെ അവന് പിന്നെ +2 കഴിയാറായപ്പോ ലോയുടെ എൻട്രൻസ് എക്സാം എഴുതി നല്ല ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവനിപ്പോ ലോ ചെയ്യുന്നത്. അതാണ്. അപ്പോ ശരിക്കും ടീച്ചേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ്, പാരന്റ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ്, നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുന്നു എവിടെയാണ് അവര് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണ്, അവരുടെ വീക്ക്നെസ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, ഇതായിരുന്നു മറിയ മോണ്ടിസോറി. അതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ് കുറെ വന്നത്. ഈ ഓരോ പീരീഡിലും കുട്ടിക്ക് പല രീതിയിലുള്ള സെൻസിബിലിറ്റി ഉണ്ട്, പല കേപ്പബിലിറ്റിയാ ഓരോന്നും മനസ്സിലാക്കുന്നതിൽ. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ, അഡൽട്സിനെ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് അത്, അതായത് ചില കുട്ടികൾ ചില കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത്, അവര് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവർക്ക് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും, ക്യൂരിയോസിറ്റി, ഇമാജിനേഷൻ. കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രിപ്പ് പോയപ്പോ നമ്മുടെ ഫാമിലി ഫ്രണ്ടിന്റെ മോൻ കൂടെ ഉണ്ടായിരുന്നേ. അപ്പൊ അവൻ ചോദിച്ചു ആന്റിയുടെ വണ്ടിയുടെ പേരെന്താന്ന് ചോദിച്ചു. ഇന്നോവ എന്ന് പറഞ്ഞു. അപ്പൊ ഇൻഡിക്ക എന്ന് വേറൊരു വണ്ടി ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഉണ്ടല്ലോ, അതിപ്പോ ഏതാ? അപ്പൊ ഞാൻ പറഞ്ഞു ടാറ്റയുടെയാണ് ഇൻഡിക്ക എന്നുള്ള വണ്ടി എന്ന് പറഞ്ഞേ. അപ്പൊ എന്നോട് ചോദിക്കുക ഇൻഡിക്ക ടാറ്റയുടെ ഏറ്റവും ആദ്യത്തെ വണ്ടിയാണോ ഇൻഡിക്ക എന്ന് ചോദിച്ചു. എനിക്കത് വലിയ ഐഡിയ ഇല്ല കേട്ടോ. അപ്പൊ അതെന്നോട് ക്യൂരിയോസിറ്റി, അവന്റെ ഭയങ്കര ക്വസ്റ്റ്യൻസ് ആണേ. അപ്പൊ അവൻ എന്നിട്ട് പറയാ ഒന്ന് ഗൂഗിൾ ചെയ്ത് എനിക്ക് പറഞ്ഞു തരാമോ?
ടാറ്റയുടെ ഏറ്റവും ആദ്യത്തെ വണ്ടിയാണ്. എനിക്ക് ഭയങ്കര രസം തോന്നിട്ടോ കുട്ടി ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കേട്ടപ്പോ. അപ്പൊ അതാണ് അപ്പൊ അവൻ ആ വണ്ടികളോടുള്ള ഇതായിരിക്കാം. പിന്നെ അവൻ മൊബൈലിൽ ഫോട്ടോസ് കുറെ എടുക്കുന്നുണ്ട്. അവൻ വളരെ സിമ്പിൾ ആയിട്ട് നിന്ന്, പിന്നെ ചരിഞ്ഞു നിന്ന്, കിടന്ന് ഒക്കെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇവൻ എന്തെങ്ങനെ, ഞാൻ ആലോചിക്കുന്നത് കുട്ടി ഭയങ്കര അവൻ പോസ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. നമ്മളെ പോസ് ചെയ്യുന്നതിനേക്കാളും അവന്റെ ആംഗിള് മാറ്റി മാറ്റി ഇവൻ ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞ ഫോട്ടോസ് നോക്കിയപ്പോ ഭയങ്കര രസമായിരുന്നു കാണാൻ. അവൻ ഓരോ ആംഗിള് മാറി നിന്ന് ക്യാമറ എന്ന് പറഞ്ഞാൽ മൊബൈലാണ്, ക്യാമറ ഇങ്ങനെ മാറ്റി വെച്ച് അവൻ ഓരോ ഫോട്ടോസ് എടുത്തത്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഫോട്ടോസ്. നമ്മളൊന്നും ചിന്തിക്കാത്ത ഒരു രീതിയിൽ ആ കുട്ടിയുടെ ഒരു ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും പോകുന്നതേ. എനിക്ക് 6th എന്തോ ആയിട്ടുള്ളൂ, ഇനി 6ാം ക്ലാസ്സിലേക്ക്, 5ാം ക്ലാസ്സിലേക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയ മറ്റൊരു കാര്യം. പിന്നെ അവനൊരു അനിയൻ കൊച്ചുണ്ട്, അതിന് 3 വയസ്സുള്ളൂ കേട്ടോ, പക്ഷേ 3 വയസ്സേ ഉള്ളൂ. ഈ മോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അവന് ഒരു എല്ലാ വാക്കുകളൊന്നും കറക്റ്റ് വരില്ല. എന്റെ മോളുണ്ടായിരുന്നു, അവൾക്ക് ലോങ് ഹെയർസ്, നല്ല സ്ട്രെയിറ്റ് ഹെയർ ആണേ. അപ്പൊ ഇവളുടെ മടിയിൽ ഇരുന്നിട്ട് ഇവളുടെ മുടി എടുത്തിട്ട് ഇങ്ങനെ നേരെ ആക്കുവാട്ടോ. 1 മണിക്കൂറിൽ കൂടുതൽ ആ സെയിം പ്രോസസ് അവൻ ചെയ്തുകൊണ്ടിരുന്നു. ഒരു മടുപ്പില്ലാതെ അവൻ മുടി നേരെ ആയിക്കൊണ്ടിരുന്നു. മേ ബി അവൻ ഹെയർ സ്റ്റൈലിസ്റ്റ് വല്ലതും ആവുമായിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചെയ്തു. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു. അവർക്ക് എന്തിനോടാണോ ഇൻട്രസ്റ്റ് അത് എത്ര നേരം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ അവർക്കൊരു മടിയില്ല. എല്ലാരും കൂടെ അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അവൻ മുടി സ്ട്രെയിറ്റൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഒരു മടിയില്ലാതെ മുടി ഇങ്ങനെ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നേരേക്ക് കൊണ്ടിരിക്കും. അപ്പൊ അതാണ് കുട്ടികൾ, അവർക്ക് എന്താണോ ഇൻട്രസ്റ്റ് അത് അവര് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ത്രൂ റിപ്പീറ്റഡ് വർക്കാണ് അവരിലെ പല ക്വാളിറ്റീസും ഉണ്ടാകുന്നത്. കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ, സെൽഫ് ഡിസിപ്ലിൻ, ഇതെല്ലാം തനിയെ ഫോം ചെയ്യും. ഇതെല്ലാം ത്രൂ റിപ്പീറ്റഡ് വർക്കാണ്. അപ്പൊ അത്രയും നേരം ആ കുട്ടി യാതൊരു പ്രോബ്ലം ഇല്ലാതെ അനങ്ങാതിരുന്നത് എൻജോയ് ചെയ്ത് അത് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ കുഞ്ഞുങ്ങളിൽ പലതും ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അവനത് വളരെ കോൺഷ്യസ് ആയിട്ടാണ് ചെയ്യുന്നത്. അവന്റെ ക്യൂരിയോസിറ്റി, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം ഉണ്ട്. ഈ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവൻ പല കാര്യങ്ങളും എൻവയോൺമെന്റിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നത് ഈ സെൻസിറ്റീവ് പീരീഡിലാണ്. കാരണം ചുറ്റും നടക്കുന്നത്, മഴ പെയ്യുവാണെങ്കിൽ, പൂ വിരിയുവാണെങ്കിൽ, ഒരു ബട്ടർഫ്ലൈ പറന്നു പോകുന്നതാണെങ്കിൽ ഇതെല്ലാം ഇവര് ശ്രദ്ധിക്കും. ഉറുമ്പുകൾ വരിയായിട്ട് പോകുന്നത്, അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും ഇവര് മനസ്സിലാക്കുന്നത് ഫ്രം എൻവയോൺമെന്റ്. അപ്പൊ നമ്മൾ എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആകാതെ ഒരു കുട്ടിയെ വീട്ടിൽ അടച്ചു വെച്ച് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവന്റെ ഡെവലപ്മെന്റ് ഒട്ടും ഹെൽപ്പ് ചെയ്യില്ല. അവൻ വളരെ വീക്കാവും, കുറേ ടൈം എടുക്കും. അവൻ ഈ ശരിക്കുമുള്ള അവന്റെ ടൈമിലെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ എത്താനായിട്ട് അവൻ പിന്നെയും വർഷങ്ങൾ എടുക്കും. സറൗണ്ടിങ്സുമായിട്ട് പല കാര്യങ്ങളും കണക്ട് ചെയ്ത് ചെയ്യുമ്പോഴാണ് കുട്ടികളിൽ നോളജ് ഫോം ചെയ്യുന്നത്. അവർക്ക് പല ഇൻഫർമേഷൻസ് കിട്ടും ഫ്രം ദ എൻവയോൺമെന്റ്. അതിനെപ്പറ്റി അവർ മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് അത് അവരിലൊരു നോളജ് ആയിട്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജ്. ഈ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് എൻവയോൺമെന്റുമായിട്ടുള്ള ഈ സെൻസിറ്റിവിറ്റി കുട്ടികളിൽ പല സെൻസിറ്റീവ് പീരിയഡ്സ് ഫോം ചെയ്യിക്കുന്നത് എന്നുള്ളത് മറിയാം മോണ്ടിസോറി ഒബ്സർവ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഇട്ടിട്ടുണ്ട് 6 എണ്ണം. ആ 6 വരെയുള്ള ഭാഗം ആരെങ്കിലും വായിക്കാമോ? ഞാൻ വായിക്കാം. ഓക്കെ. Montessori observed sensitive period in the child life connected with the requirements for order in the environment, the development of language, use of sense, the development of walking, attraction with minutes and detailed object, and a time of intense social interest. The 6 sensitive periods: 1. Sensitivity to order. 2. Learning through their 5 senses. 3. Sensitivity for social interest. 4. Sensitivity for language. 5. Sensitivity for walking. 6. Sensitivity for small minute objects. ഓക്കെ, മോണ്ടിസോറി ഈ കുട്ടികളുടെ
ഈ സെൻസിറ്റീവ് പീരീഡിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ 6 സെൻസിറ്റീവ് പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട്. പലപ്പോഴും ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ അവരുടെ ഓരോ ഇൻട്രസ്റ്റ്, പിന്നെ അവരുടെ ബോഡി മൂവ്മെന്റ്സ്, ബോഡിയുടെ കോർഡിനേഷൻ, പിന്നെ ചെറിയ കാര്യങ്ങളോട് അവർ കാണിക്കുന്ന ഒരു സെൻസിറ്റിവിറ്റി, മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സിനോട്, ഉറുമ്പ് വരിയായിട്ട് പോകുന്നതും ചെറിയ പൂക്കളും ചെറിയ പ്രാണി, ചെറിയ തുമ്പി, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമുക്കറിയാം പണ്ട് നമ്മളെ കണ്ണില് കാണാത്തതൊക്കെ അവരെ കണ്ണില് പെട്ടെന്ന് കാണും. അതന്നെ, തീർച്ചയായിട്ടും. നിലത്തെന്തെങ്കിലും വീണ് കിടന്നാൽ അത് അവരുടെ കയ്യിൽ ആദ്യം കിട്ടും, നമ്മൾക്ക് കിട്ടിയില്ലെങ്കിലും. ഈ പണ്ട് മൊസൈക്ക് ആയിരുന്നല്ലോ ഫ്ലോർ, അതൊക്കെ മൊസൈക്ക് ചിപ്സ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞതല്ലേ, അതിന് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്നത് പൊളിച്ചെടുക്കാനായിട്ട് അവർ നോക്കും. അത്രയ്ക്കുള്ള ക്ഷമ. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് അത്രയും ക്ഷമയുണ്ടാവുള്ളൂ, പക്ഷെ അവരെത്ര ക്ഷമയോടുകൂടിയ ഓരോ കാര്യങ്ങൾ ചെയ്യും. മറിയം മോണ്ടിസോറി സെൻസിറ്റീവ് പീരീഡിനെ ഒബ്സർവ് ചെയ്ത് അത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഓരോ റിക്വയർമെന്റും സെൻസിറ്റീവ് ടു ഓർഡർ. അവർക്കൊരു ഓർഡർ ഉണ്ടാവും. പലപ്പോഴും ചെരിപ്പിടുന്ന കണ്ടിട്ടില്ലേ, ലെഫ്റ്റും റൈറ്റും അവർക്ക് തിരിഞ്ഞു പോകും. അവരെ സംബന്ധിച്ച് അതാണ് കറക്റ്റ്, ആ ഒരു ഓർഡർ ഉണ്ടാവും. പിന്നെ അതങ്ങ് ശരിയായി വരിക ചെയ്യുന്നത്. പിന്നെ അവരുടെ 5 സെൻസും അവർ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്, ലേണിംഗ് ത്രൂ ദയർ 5 സെൻസസ്. പിന്നെ സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്, പുറത്തുള്ള പല കാര്യങ്ങളും ആളുകളുമായി സോഷ്യലൈസ് ചെയ്യുന്നത് മാത്രമല്ല, എന്തെങ്കിലും ഫംഗ്ഷന് പുറത്തു പോകുന്നതും, പാർക്കിൽ പോകുന്നത്, ബീച്ചിൽ പോകുന്നത്, പിന്നെ എന്തെങ്കിലും വർഷിപ്പ്, ഓരോരുത്തരുടെ ബിലീഫ് അനുസരിച്ച് പള്ളി, അമ്പലം അങ്ങനെയൊക്കെ പോകുന്നതും, അങ്ങനെ കുറെ സോഷ്യൽ ഇൻട്രസ്റ്റ് അവർക്ക് വരും. തിയേറ്ററിൽ പോകുന്നതും ആളുകളിൽ പോകുന്നതും അങ്ങനെയൊക്കെ കുറെ ഇഷ്ടങ്ങൾ വരും. പിന്നെ ലാംഗ്വേജ്, കേൾക്കുന്ന എന്തും റിപ്പീറ്റ് ചെയ്യാൻ, ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. ചില കുട്ടികൾ ആനിമൽ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്, ചിലർ ആനിമൽ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യില്ല, ആളുകളുടെ സൗണ്ട് ആയിരിക്കും അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓരോ കുട്ടിയുടെ അനുസരിച്ച്. അവരുടെ ബോഡി കോർഡിനേഷൻ, മൂവ്മെന്റ്, ബാലൻസിങ്, സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ്, അത് ഓരോന്നായിട്ട് നമ്മൾ ഇനി താഴെ പറയുന്നുണ്ട്. ഇത് ചെറിയ സാധനങ്ങളാണ് അവർക്ക് ഏറ്റവും താല്പര്യം, അവരത് വളരെയധികം ശ്രദ്ധിക്കും. സ്മോൾ മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരിക്കും അവർക്ക് കൂടുതലും താല്പര്യം വരുന്നത്. ഓക്കെ, പീരീഡ് ഓഫ് സെൻസിറ്റിവിറ്റി ഓർഡർ ആണ് നെക്സ്റ്റ്. അത് ആ ഒരു പേജിൽ കാണുന്ന ഇല്ല, ആ ഒരു പോയിന്റ്സ് പോലെ 3 എണ്ണം, അതിന്റെ താഴെയുള്ള ഒരു പാരഗ്രാഫ് ഉണ്ട്. സ്കോൾഡഡ് ഹിം ബട്ട് ഹി ഓൺലി ഗ്രൂ വേഴ്സ് എന്ന് പറയുന്ന പോലെ അവിടെ യെസ്, സെൻസിറ്റീവ് പീരീഡ്സിനെ ഡിവൈഡ് ചെയ്തു. പീരീഡ് ഓഫ് സെൻസിറ്റീവ് ടു ഓർഡർ, ഫസ്റ്റ് വൺ നമ്മളുടെ ഓർഡർ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ പറയുന്നത് ഗ്രൂ വേഴ്സ്. വായിച്ചു. The period of sensitivity to order. The sensitiveness arrives in the child's first year and continues through the second year. The child shows the need for order in several ways. He shows a positive way in seeing common things. Children's insistence on putting things back in their place. Third point, crying or throwing tantrums to unfamiliar places or peoples. She cited an example. I found myself one day with a group of people going through Nero's grotto at Naples. With us was a young mother with a child about 1.5 years old, too small to be able to walk the whole length of the way. In fact, after sometimes the child grew tired and his mother picked him up, but she had overstepped
overestimated her power. She was hot and stopped to take off her coat to carry in on her arms and louder. His mother strove in vain to quit him. She was evidently tired out and began to grow cross. Indeed, the noise was getting on the nerves of all, and naturally others offers എന്താണ് മിസ് അത് Naturally, others offered to carry him. He was passed from arms to arm, struggling and screaming, and everyone talked to him and scolded him, but the only grew worse. ഓക്കെ, ആക്ച്വലി ഇതൊരു ഇൻസിഡന്റ് ആണ്. സെൻസിറ്റിവിറ്റി ഓർഡർ, കുട്ടികളിലെ ഓർഡർ എങ്ങനെയാണെന്നുള്ള ഒരു ഇൻസിഡന്റ് മറിയാം മോണ്ടിസോറി എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അത് ഒറ്റ പാരഗ്രാഫ് വായിച്ചവരെ മുഴുവനും വായിക്കേണ്ടവരും. ഞാൻ എന്തായാലും ആദ്യം ഒന്ന് പറയാം എന്താ ഒരു ഇൻസിഡന്റ്. നെർവോസ് ഗ്രോട്ടോ അറ്റ് നേപ്പിൾസ് പറയുന്ന ഒരു ബീച്ചാണ്, ഇറ്റലിയിലുള്ള ഒരു ബീച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ വെച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മറിയാം മോണ്ടിസോറി കാണുന്നത്. അതിനകത്ത് ഒരു യങ് മദർ ഉണ്ടായിരുന്നു, ഒരു 1.5 years ഓൾഡ് ഒരു ബോയ് ഉള്ള ഒരു യങ് മദർ. അപ്പൊ കുട്ടികൾക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ കുറെ അങ്ങ് നടന്നു കഴിയുമ്പോൾ കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങും. ഇവൻ അങ്ങനെ നടന്ന് കുറച്ച് നിന്നപ്പോ ഇവൻ അങ്ങ് ടയേർഡായി. അപ്പൊ നല്ല ചൂടുള്ള സമയമാണ്. അപ്പൊ അമ്മ എന്ത് ചെയ്തു, കുട്ടിയെ എടുത്തപ്പോഴേക്കും ഈ കുട്ടി ഭയങ്കരമായിട്ട് ഉറക്കങ്ങ് കരയാൻ തുടങ്ങി, ഇങ്ങനെ വാശി പിടിച്ച് കരയുന്ന പോലത്തെ കരച്ചില്. അപ്പൊ അമ്മ ഒരു കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കോട്ട് എടുത്ത് ഇവര് ചൂട് കാരണം കയ്യിലേക്ക് ഇട്ടിട്ടാണ് കുട്ടിയെ എടുക്കുന്നത്. ഇവൻ കരയുക. കുറെയൊക്കെ ശ്രമിച്ചിട്ടൊന്നും ഇവന്റെ കരച്ചിലൊന്നും അമ്മയ്ക്ക് നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ കൂടെയുള്ള ആൾക്കാരും ട്രൈ ചെയ്തു, പല ആളുകളുടെ കൈ മാറി ഇങ്ങനെ പോവുക. എന്നിട്ടൊന്നും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. കുട്ടിയെ വഴക്ക് പറയുന്നുണ്ട്, ഒരു സ്കൂൾ ചെയ്യുന്നുണ്ട് അല്ലെ, വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ വഴക്ക് പറഞ്ഞാലും ഇവന്റെ കരച്ചിലും വാശിയും ഒന്നും കൂടുവാണ്. അപ്പൊ ഇത് മറിയാം മോണ്ടിസോറി കാണുവാണ് ഇങ്ങനെ ഒരു കാര്യം. മറിയാം മോണ്ടിസോറി അപ്പോ ആ ലേഡിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് പറയും, വിൽ യു അലോ മീ ടു ഹെൽപ്പ് പുട്ട് ഓൺ യുവർ കോട്ട്. മറിയാം മോണ്ടിസോറി പറയാം, കോട്ട് ഇടാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ഈ ലേഡി ഭയങ്കര അതിശയത്തോടു കൂടി ഇവരെ നോക്കി എന്നാണ് പറയുന്നത്. അത്ര ചൂടാണ്, അവർക്ക് കോട്ട് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ കോട്ട് ഊരിയത്. മോണ്ടിസോറി പറയാം, കോട്ടിടാൻ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാന്ന് പറയും. അങ്ങനെ കോട്ടിടുമ്പോഴേക്കും ഈ കുട്ടി കരച്ചിൽ നിർത്തുവാണ്. എന്നിട്ട് അവൻ പറയുക, മാമ കോട്ടോൺ യെസ് മാമ. അതായത് കോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കയ്യിൽ വെറുതെ റഗ് പോലെ തൂക്കിയിടാനുള്ളതല്ല, അത് ഇടേണ്ടത് തന്നെയാണെന്നും അതാണ് കുട്ടിയുടെ ഓർഡർ. അതാ അവനെ സംബന്ധിച്ച് ഓരോ സാധനത്തിനും ഓരോ പർപ്പസ് ഉണ്ട്, ആ പർപ്പസിൽ തന്നെ ആയിരിക്കണം അത്. ചൂടെടുത്തിട്ടാണ് അമ്മ മാറ്റിയത്, പക്ഷെ അമ്മ മാറ്റിയത് അവന് ഇഷ്ടമായില്ല. അതാണ് അവൻ വാശി പിടിച്ച് കരഞ്ഞത്. ആണ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ. പലപ്പോഴും വീട്ടില് പല സാധനങ്ങളും നമ്മൾ വെച്ചെടുത്ത് കാണില്ല, ഇത് അന്വേഷിച്ചെടുക്കുമ്പോൾ അവരെടുത്തോണ്ട് വരും. അവരെ സംബന്ധിച്ച് അത് ഇരിക്കേണ്ടത് വേറെ സ്ഥലത്ത്, അതാണ് അവരുടെ ഓർഡർ. ാണ് കുട്ടികൾക്ക് ഈ സെൻസിറ്റിവിറ്റി ടു ഓർഡർ എന്നുള്ളത് വരുന്നത്. അപ്പൊ കോട്ട് ഈസ് മെന്റ് ടു ബി വോൺ ആൻഡ് നോട്ട് ടു ഹാങ് ലൈക്ക് എ റാക്ക് ഓവർ വൺസ് arm, and this disorder in his mother's personality, next paragraph വായിക്കുന്നത്, personality had affected the child as a jeering disturbance. അവന് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയി. അവന്റെ അമ്മ കോട്ട് ഇടാതെ കോട്ട് ഊരി കയ്യിൽ പിടിച്ചപ്പോ ഈ എന്താ പറയാ, എന്റെ മോൻ കുഞ്ഞായിരുന്ന സമയത്ത് ഒരു 3 years ആ ഒരു ടൈമില് ഈ ചൂടെടുക്കുമ്പോ ഞാൻ ഈ ഷോൾ അങ്ങ് എടുത്ത് മാറ്റും ചുരിദാർ. അപ്പൊ അവന് ആ ഷോൾ എടുത്തോണ്ട് വന്ന് എനിക്ക് ഇട്ട്. അവരെ സംബന്ധിച്ച് ആ ഡ്രസ്സിന്റെ കൂടെ ഇടേണ്ട ഒരു സാധനമാണ് ഷോൾ, അത് മാറ്റി വെക്കാനുള്ളതല്ല. എന്റെ മോനൊക്കെ ഉണ്ട് അങ്ങനത്തെ ശീലങ്ങളൊക്കെ. എന്റെ മോൻ ചെയ്യുന്നത് കാണാം. അപ്പൊ എനിക്ക് ചിലപ്പം ദേഷ്യം വരും അത് കാണുമ്പോ. എനിക്ക് വയ്യ, ഷോൾ ഇടാൻ വയ്യ, ചൂടല്ലേ. അപ്പൊ കുറച്ച് മുന്നേ ചൂടല്ലേ വയ്യാന്ന് പറയുമ്പോ ഇയാൾ കരയും. അതും അവൻ പറയുന്ന പോലെ ഞാൻ ഇടണം. വെറുതെ തലയിൽ ഇടണം എന്നില്ല, കഴുത്തിൽ കൂടെ ഇടാൻ പാടില്ല. ഇപ്പൊ ഇങ്ങനെ ഷോൾഡറിന്റെ അവിടെ ആയിട്ട് ഇങ്ങനെ ഇടണം. അതിന് പറഞ്ഞു തരും, എങ്ങനെ ഇടണം എന്ന് പറഞ്ഞു തരും. അതുപോലെ ഞാൻ ഇട്ടില്ലെങ്കിൽ എന്റെ അമ്മയെ കരങ്ങിട്ടൊരു വിധാവും. പിന്നെ കരച്ചില് കേൾക്കാൻ കഴിയാതെ ഞാൻ അത് എടുത്തിടും. അവരുടെ ഓർഡർ അതാണ്. പിന്നെ അവരുടെ ചില ഡ്രസ്സ്
നമ്മൾ ആ ഡ്രസ്സ് ഇടേണ്ട രീതിയിൽ നമ്മൾ ഇടിക്കും. പക്ഷെ ഇവരുടെ മനസ്സിൽ വേറെ ഓർഡർ ആയിരിക്കും ആ ഡ്രസ്സ് ഇടേണ്ടത്. നമ്മൾ ആ രീതിയിലിട്ട് അവരത് മാറ്റി അവരുടെ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഇടാനായിട്ട് നോക്കും. അതൊക്കെ ഇവരുടെ ഒരു ആ ഓർഡർ, സെൻസിറ്റീവ് ടു ഓർഡർ ആണ്. അപ്പൊ ആ ഒരു സ്റ്റോറിയിലെ ഈ ഒരു പാരഗ്രാഫ് തുടങ്ങിയില്ലേ, ഐ തോട്ട് തുടങ്ങിയിട്ട് റിലേറ്റീവ് പൊസിഷൻ, ഇവിടം വരെ ആരെങ്കിലും വായിച്ചു? ഞാൻ വായിക്കാം. ആരും ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. I thought of the puzzle of infancy, of how reaction must always have a cause, and going up to the mother, I said, "Will you allow me to help put on your coat?" She looked at me in astonishment, for she was still hot, but in her confusion, she consented and allowed me to help her with it. At once, the baby quieted down, his tears and struggles stopped, and he said, "Mama, coat on." It was as if he wanted to say, "Yes, Mama, a coat is meant to be worn," as though he thought of it. "At last you have understood me," and stretching out his arms to his mother, he came back to her all smiles. The expression ended in complete calmness. A coat is meant to be worn and not to hang like a rag over one's arm, and this disorder in his mother's personality had affected the child as a jarring disturbance. The child has a twofold sense of order. First is external, his relationship with the environment, and second is internal, an awareness of the different part of his own body and their relative position. Okay, ma'am. ഓക്കെ. സോ അപ്പൊ ആ ഒരു ഇൻസിഡന്റ് മനസ്സിലായല്ലോ. കാരണം ഫുള്ളൊന്നും പറയുന്നില്ല, അമ്മ കോട്ടോണ് അത്രയും മാത്രമേ അവൻ പറയുന്നുള്ളൂ. അതിൽ തന്നെ മനസ്സിലായി കോട്ട് ഈസ് മെന്റ് ടു ബി ബോൺ എന്നുള്ള രീതിയിലാണ് അവൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞപ്പോ അവൻ ഓടിച്ചെന്ന് അമ്മയുടെ അടുത്ത് ചെല്ലുന്നു, അമ്മ എടുക്കുന്നു. അവനാകെ സമാധാനായി, കണ്ണുനീര് നിറഞ്ഞ് കണ്ണൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ സ്റ്റോപ്പായി, അവൻ ക്വൈറ്റായി, മിണ്ടാതെയായി. മമ്മ കോട്ടോൺ, ഇത്രയും അവൻ പറഞ്ഞോളൂ. അതിന്റെ മീനിങ് യെസ് മമ്മ, എ കോട്ട് ഈസ് മെന്റ് ടു ബി ബോൺ എന്നുള്ള അതായിരുന്നു അവന്റെ ഉദ്ദേശം. ഓക്കെ, ഇതായിരുന്നു കുട്ടികളുടെ ആ ഓർഡർ ആണ്. അവന്റെ മനസ്സിൽ അവന്റെ അമ്മ ഇടുന്ന ഡ്രസ്സിന്റെ ഒരു ഓർഡർ ഉണ്ട്. അത് ഡിസോർഡർ ആയപ്പോഴേക്കും അത് അവനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. ജാറിങ് ഡിസ്റ്റർബൻസ്, ഒരു ഡിസ്കംഫർട്ട്, അവനെ ഫിസിക്കലി മെന്റലി അത് ഡിസ്കംഫർട്ട് ആക്കി. അതാണ് ജാറിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കോട്ട് ഊരിയപ്പോ അവനുണ്ടായ ഒരു ഡിസ്റ്റർബൻസ് വളരെ കൂടുതലായിരുന്നു. കുട്ടിക്ക് ടു ഫോൾഡ് സെൻസ് ഓഫ് ഓർഡർ ആണെന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. ഫസ്റ്റ് എക്സ്റ്റേണൽ, പുറമേ ഉള്ളത്, ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദി എൻവിയോൺമെന്റ്. സെക്കൻഡ് ഈസ് ഇന്റേണൽ. അപ്പൊ ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു സെൻസ് ഓഫ് ഓർഡറും ഈ എക്സ്റ്റേണൽ സെൻസ് ഓഫ് ഓർഡറും ഓരോ കുട്ടികളിലും പല രീതിയിലായിരിക്കും. അവന്റെ ബോഡി, ഇന്റേണൽ എന്ന് പറയുമ്പോൾ അവന്റെ ബോഡി, ഡിഫറെന്റ് പാർട്സ് ഓഫ് ഓൺ ബോഡി ആൻഡ് ദ റിലേറ്റീവ് പൊസിഷൻസ്. കുഞ്ഞു പ്രായത്തിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് മൂക്ക് എവിടെയാ കണ്ണെവിടെയാണെന്ന് ചോദിക്കുന്നത് പഠിപ്പിക്കാറില്ലേ. അപ്പൊ അവന്റെ ആ ഒരു സെൻസ് ഓഫ് ഓർഡർ ഉണ്ട്. മൂക്ക്, കണ്ണ്, അങ്ങനെ മുടി, അങ്ങനെയുള്ള ഒരു ഓർഡർ ഉണ്ട്. പിന്നെ അവന് ചുറ്റുപാടും കാണുന്ന പല കാര്യങ്ങളുമായിട്ടും അവൻ കണ്ടിരിക്കുന്നത് അവന്റെ അമ്മ കോട്ടിട്ടിട്ടാണ്. പക്ഷെ പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ കോട്ട് ഊരിയപ്പോഴേക്കും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്, നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ്. ആ ഒരു സെൻസിറ്റീവ് ടു ഓർഡർ എന്നുള്ളത് തീരുന്നവരെ അതിന്റെ 2 പാരഗ്രാഫ്സ് ആരാ വായിക്കും? ഞാൻ വായിക്കാം സർ. The child's need for order is based on a precise and determined environment. In an environment where order excites, a child can categorize its perception and make sense of his world. In such an environment, he forms an inner conceptual plan with which to understand and deal with his world. The need for order is obvious in the child from about 1 to 5 years. During this period,
The child manipulates his environment and moves objects from one place to another place. Order consists of conscious the place of each object in relations to his environment. It is not objects in place that he is identified through his sensitivity to order, but the relationship between objects in the surroundings. Dr. Montessori said, inner sense, which is sense not distinguish between things, so that it is perceives an environment as a whole with interdependent parts. Only in such an environment known as a whole it is possible for the child to orient himself and to act with purpose. Without it, he would have no basis on which to build his perceptions of relationship. The child's needs for order is different from that of an adult. Order provides an adult with a certain amount of external pleasure. But for the child, he needs order in the environment because he is composing himself out of the element of the environment. ഓക്കെ, അപ്പം ഇത് ശരിക്കും കുട്ടിയുടെ ഒരു നീഡ് തന്നെയാണല്ലേ, ഓർഡർ. Much of the reduction. ഓക്കെ, അവൻ ജീവിക്കുന്ന ഒരു എൻവിയോൺമെന്റില് പല കാര്യങ്ങളും അവിടെ ഓർഡർ, കുട്ടിയുടെ മനസ്സിൽ വരുന്ന സെൻസിറ്റീവ് ഓർഡറിന് പല കാര്യങ്ങളുണ്ട്. കുട്ടികൾ ഇതെല്ലാം അവരുടെ ഒരു പെർസെപ്ഷൻ ഉണ്ട്, അവരുടെ അവരുടെ കണ്ണിലൂടെ കാണുമ്പോൾ അവർക്ക് അതിന് ഓരോ ഓർഡർ ആയിരിക്കും. ഇപ്പൊ ചെരുപ്പിടുന്ന കാര്യം പറഞ്ഞില്ലേ, ലെഫ്റ്റ് റൈറ്റ് മിക്ക കുട്ടികളിലും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഇതാണ്, ആ ഒരു ഒരു ബിഹേവിയർ ആണ്. ലെഫ്റ്റ് റൈറ്റ് അവർ മാറ്റിയിടുള്ളൂ. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു വാശി പിടിച്ച് അവർ തിരിച്ചു തന്നെ ഇടുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ അവർ വലുതാകുമ്പോൾ ശരിയാവും കേട്ടോ. എന്നിട്ട് അതിട്ട് ഇങ്ങനെ നടക്കുന്ന കാണാം. അപ്പൊ അതാണ്. അപ്പൊ എൻവിയോൺമെന്റ് വരുന്ന വല്ല ഫാക്ടേഴ്സും ഒരു കുട്ടിയെ സംബന്ധിച്ച് ഓർഡർ, നമ്മളെ സംബന്ധിച്ച് അതിന്റെ സിസ്റ്റമാറ്റിക് ഓർഡർ വേറെ ആയിരിക്കും. കുട്ടിയെ സംബന്ധിച്ച് ഓർഡർ അത് വേറെ ആയിരിക്കും. ഈവൻ അവന്റെ ഡ്രസ്സ് നമ്മൾ മടക്കി വെക്കുന്നു, അവൻ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല ചില സ്ഥലത്ത് വെക്കാൻ, അവനത് മാറ്റി വേറെ സ്ഥലത്ത് വെക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും, പല കാര്യങ്ങളിലും. പിന്നെ ടോയ്സ് നമ്മൾ അത് ഓരോരോ ഭാഗങ്ങളിൽ അടുക്കി വെക്കും. ഈവൻ അത് ആ സ്ഥലമായിരിക്കില്ല ഇഷ്ടപ്പെടുന്നത്, അവന്റെ ഓർഡർ വേറെ ആയിരിക്കും. എൻവിയോൺമെന്റിൽ വരുന്ന പല കാര്യങ്ങളും ഇവന്റെ ഉള്ളിലുള്ള, ഇവൻ പെർസീവ് ചെയ്ത് ഇവൻ എങ്ങനെ അതിനെപ്പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിനനുസരിച്ച് കുട്ടിയുടെ ഓർഡർ വേറെ ആയിരിക്കും. ഒരു 1.5 yearsലുള്ള കുട്ടിയുടെ കാര്യം നമ്മളിപ്പോ കുറച്ചും കൂടി ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ആ ഒരു 1.5 വയസ്സുള്ള കുട്ടികളിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓർഡർ ഫോർമേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. നീഡ് ഫോർ ഓർഡർ എന്നുള്ളത് ഒരു എൻവയോൺമെന്റിൽ കാണുന്ന പല കാര്യങ്ങളും, പല ഒബ്ജക്ട്സിനെയും അവർ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെ ഒരു നമ്മളിത് കാണാതെ വരുമ്പോ അന്വേഷിച്ചെടുക്കുമ്പോഴായിരിക്കും എവിടെ നിന്നൊക്കെയോ പോയി പൊക്കിയെടുത്തോണ്ട് വരുന്നതാണ്. അങ്ങനെ അവർക്ക് ഓർമ്മയുണ്ടാവും, കാരണം അവർക്കറിയാം ആ സാധനം അവിടെ ഇരിക്കേണ്ടതെന്നാണ് അവരുടെ ഓർഡർ. ഓരോ സാധനവും ഓരോ പ്ലേസിൽ എവിടെ വെക്കണം അങ്ങനെയുള്ളതൊക്കെ റിലേറ്റഡ് വിത്ത് എൻവയോൺമെന്റ് ആണ് അവരത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫോൺ എടുത്ത് മോൻ കഴുകിയത്, മറ്റേ കീപാഡ് ഉള്ള ഫോണായിരുന്നു, മറ്റേ സാധാരണ ടൈപ്പ് ഫോണായിരുന്നു കേട്ടോ. നമ്മള് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യുമ്പോഴേക്കും ചെവിയിൽ വെക്കും, അതിൽ വേറെ പറ്റിയ അപ്പൊ അവൻ നോക്കുമ്പോൾ തൊട്ട് ക്ലീൻ എല്ലാം തോന്നിയിട്ടുണ്ടാവും. ബക്കറ്റില് വെള്ളം എടുത്തിട്ട് സോപ്പ് വെച്ച് നല്ലതുപോലെ കഴുകി എനിക്ക് കൊണ്ടുതന്നു. നമ്മളത് അറിയണില്ല, അത് പോയി, ഫോൺ പോയി. പക്ഷെ അവരെ സംബന്ധിച്ച് അത് വൃത്തിയായിട്ടിരിക്കേണ്ട ഒരു സാധനമാണെന്ന് ആ നീറ്റ്നെസ്, ആ ഒരു ക്ലെൻലിനെസിന്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കും. ഇവരുടെ ഇന്നസെൻസ് ആണ് ഇവരുടെ ഈ സിസ്റ്റമാറ്റിക് ഓർഡർ എന്നുള്ള രീതിയിൽ വരുന്നത്. ലളിതം ഇവരങ്ങനെ ചെയ്യട്ടെ, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് കറക്റ്റ് ആ സിസ്റ്റമാറ്റിക് ഓർഡർ അവരിൽ വരും. അല്ലെങ്കിൽ നമ്മൾ നിർബന്ധം പിടിച്ച് വാശി പിടിച്ച് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി കരഞ്ഞ പോലെ ആയിരിക്കും ഉണ്ടാകും. ഇത് അവരുടെ ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു. അവർ എൻവയോൺമെന്റുമായി കണക്ട് ചെയ്ത ഓരോ കാര്യങ്ങളും അവരുടേതായ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ വെക്കുന്നു. ഇത് അവന്റെ ഒരു ഇന്റേണൽ നീഡ് പോലെയാണ് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് അഡൽറ്റിൽ നിന്നും വ്യത്യാസമായിരിക്കും അത് വരുന്നത്. അപ്പോ ഇങ്ങനെ കുട്ടികൾ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു അഡൽറ്റിനെ പോലെയല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തുണിയൊക്കെ
അലവലാതിയായിട്ട് കിടക്കുന്നു, നമ്മളത് ഷെൽഫിൽ മടക്കി വെക്കുന്നു. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളത് ഷെൽഫിൽ കറക്റ്റ് ആയിട്ട് മടക്കിക്കുന്നു. കാണുമ്പോൾ നമുക്ക് ഓക്കെ, വെരി ഗുഡ്, ഫൈൻ, ഇപ്പൊ നീറ്റായി. പക്ഷെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നതിനേക്കാളും വളരെ വ്യത്യാസമായിരിക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അങ്ങനെ സെൽഫ് മെയ്ഡ്, നമുക്ക് സെൽഫ് കൺസ്ട്രക്ഷൻ അല്ലേ പറയുന്നത്, അവനെ തന്നെ കമ്പോസ് ചെയ്യുക, കമ്പോസിങ് മെയ്ഡ്, സെൽഫ് മെയ്ഡ് ആയിക്കൊണ്ടിരിക്കുക ഓരോരോ പ്രോസസ്സിലൂടെ. നെക്സ്റ്റ് നമുക്ക് സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും പറഞ്ഞു, സെൻസോറിയൽ ലേണിംഗ് ആണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. അപ്പൊ കുട്ടികളുടെ 5 സെൻസസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടാണ് മറിയ മോണ്ടിസോറി പല മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ സെൻസസ് യൂസ് ചെയ്ത് അവർ പഠിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പറയില്ലേ, വീട്ടില് പ്രായമായവരെ കുട്ടികളെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറ, അല്ലെങ്കിൽ പറയണ്ട, മുഴുവൻ പിടിച്ചെടുക്കുന്നത്. കാരണം അവരുടെ സെൻസസ് അവർ യൂസ് ചെയ്യുവാണ് ശരിക്കും. വിഷ്വൽ, ഹിയറിംഗ്, എല്ലാ സെൻസസും അവര് യൂസ് ചെയ്യും. ഓക്കെ, അത് ഫുൾ ആരാ റീഡ് ചെയ്യുക? സെൻസിറ്റീവ് ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. ഞാൻ റീഡ് ചെയ്യാം. ഞാൻ റെഡി ചെയ്യാം മിസ്സേ. രണ്ടുപേരെ സമയമുണ്ടോ രണ്ടുപേരാനായിട്ട്? ഓക്കെ, നമുക്ക് ഒരാള് സെൻസിറ്റീവ് ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. നെക്സ്റ്റ് വൺ നമുക്ക് സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സ് ആണ്. അപ്പൊ രണ്ടാമത് പറഞ്ഞാൽ അത് വായിച്ചോളൂ. എനിക്ക് ആരൊക്കെയാ പറഞ്ഞത് കണ്ടി? ഫസ്റ്റ് ഞാൻ പറയാം. ഓക്കെ, Sensitivity to learning through their 5 senses. The young child has a natural excitement to explore the environment. The child must have object to explore in the order to develop his neurological structures for observing and thinking. Montessori said the tongue which he used for speaking and the hands which he employs for work are more intimately connected with his intelligence than any other part of the body. She referred to them as the instrument of man's intelligence. In order to develop his mind, a child must have object in his environment which he can hear, see and manage with his hands. It is important to note that his child action are not due to random choice, but directed by his inner needs for development. Now the child's movement are not due to chance. He is making the necessary coordinations for organized movement, directed by his ego, which command from within. Montessori placed particular attention upon the importance of training the child's make prejudice. Much of the deductive materials are connected with the refinement of the sense. Through sensory education, children are helped to formulate and categorize his sense of perception into the internal mental order. Next, sensitivity to learning through their 5 senses. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും ഒരു എന്ത് കാര്യങ്ങളും അവർക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി, അവരുടെ ഒരു എക്സൈറ്റ്മെന്റ്, പുറത്ത് കാണുന്ന പലതും എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിങ്ങനെ ആവില്ലേ, അങ്ങനെ വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കില്ലേ, ഹൗ, വൈ, വാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് അവർ എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ അതിനുള്ളൊരു ഫ്രീഡം, എൻവയോൺമെന്റുമായിട്ട് കാര്യങ്ങൾ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫ്രീഡം കുട്ടിക്ക് കിട്ടണം. പിന്നെ അതുപോലെ തന്നെ അതെല്ലാം ഒബ്സർവ് ചെയ്യാനും അവരുടെ തോട്ട് പ്രോസസ് എല്ലാം നടക്കണം. നമ്മൾ ആദ്യം സെൻസിറ്റീവ് ഓർഡർ പറഞ്ഞപ്പോ ഇന്റേണൽ ചില തോട്ട്സ്, അല്ലെങ്കിൽ ആ കുട്ടി പെർസീവ് ചെയ്തിരിക്കുന്ന ആ കുട്ടിയുടെ കാഴ്ചപ്പാട്, അതിനനുസരിച്ചാണ് അവൻ ഓരോ ഓർഡർ ചെയ്തത്. സെയിം തന്നെയാണ് ഇവിടെ. ഇന്റേണൽ തോട്ട്സ് ആണ് ഇവരെ പല കാര്യങ്ങളുമായിട്ട് ഈ 5 സെൻസസ് യൂസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. മോണ്ടിസോറി പറയുന്നുണ്ട് ടങ്ക്, അവര് സ്പീക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ടങ്ക്, അതുപോലെ ഹാൻഡ്സ് വിച്ച് എംപ്ലോയീസ് ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നത് കൈകൊണ്ടായിരിക്കും. അത് രണ്ടും ആർ മോർ ഇന്റിമേറ്റ്ലി കണക്റ്റഡ് വിത്ത് ഹിസ് ഇന്റലിജൻസ്. ബോഡിയുടെ മറ്റു പാർട്ടിനേക്കാളും ചെറിയ പ്രായങ്ങളിലെ കുട്ടിയുടെ ടങ്കും ഹാൻഡ്സുമാണ് ഇതിന്റെ ഇന്റലിജൻസുമായിട്ട് മോർ കണക്റ്റഡ് ആയി വരുന്നത്. എക്സാമിന് ചോദിക്കുന്ന കേട്ടോ,
മറിയ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ട്. ടാങ്ക് നമ്മൾ സ്പീക്കിങ്ങിന് യൂസ് ചെയ്യുന്ന, അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യുന്നത് കൈ കുറേ ഇങ്ങനെ വർക്ക് ചെയ്യും അല്ലെ, ഹാൻഡ്സ്. ഈ രണ്ടുമാണ് മറ്റു പാർട്ടുകളെക്കാളും ഒരു കുട്ടിയുടെ ഇന്റലിജൻസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. അവർ പറയുന്നത് ഷീ റെഫേർഡ് ടു ദം ആസ് ദി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ് അക്കോർഡിംഗ് ടു ഡോക്ടർ മറിയ മോണ്ടിസോറി ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ്. മനുഷ്യന്റെ ഇന്റലിജൻസ്, ബുദ്ധിയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്ന രണ്ട് പാർട്സ്, ബോഡിയിലെ രണ്ട് പാർട്സ് ആണ് ടങ്കും ഹാൻഡ്സും. അപ്പോ അവന്റെ ഈ മൈൻഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ കുട്ടി വളരുന്ന സാഹചര്യം അതുപോലെ ആയിരിക്കണം. ആ കുട്ടി വളരുന്ന എൻവയോൺമെന്റില് പല രീതിയിലുള്ള ഒബ്ജക്ട്സ് ഉണ്ടാകണം അവന് വർക്ക് ചെയ്യാൻ, അവന് കൈകൊണ്ടെടുത്ത് പല ആക്ടിവിറ്റീസ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ കേൾക്കുന്നത്, അങ്ങനെ പലതും ആ ഒരു എൻവയോൺമെന്റിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് കുട്ടിക്ക് ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ 3 to 6 years ആണ്. ആ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പല മെറ്റീരിയൽസും മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്, ചുമ്മാ എന്തെങ്കിലും വാങ്ങിച്ചു കൂട്ടുവല്ല ചെയ്തിരിക്കുന്നത്, ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. കുട്ടികളുടെ ടോയ്സ് വിൽക്കുന്ന ചില ഷോപ്പുകളിൽ ചെന്നാൽ നമുക്ക് കാണാം ഏജ്, ഇത്ര ഏജ് തുടങ്ങി ഇത്ര ഏജ് വരെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ 3+ ആ മുകളിലേക്കുള്ള ഏജുള്ള കുട്ടികൾക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ് ടോയ്സ് വെച്ചിട്ടുണ്ടാവും. അത് കുട്ടിയുടെ ആ ഒരു മെന്റൽ ഡെവലപ്മെന്റും കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ടോയ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അത് തന്നെയാണ്, ഓരോ മെറ്റീരിയലിനും ഓരോ പർപ്പസ് ഉണ്ട്. അങ്ങനെ എൻവയോൺമെന്റ് ഫ്ലറിഷ്ഡ് ആയിരിക്കണം, കുട്ടിക്ക് വളരാൻ പറ്റുന്ന രീതിയിലുള്ള എൻവയോൺമെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ കുട്ടിയുടെ മൂവ്മെന്റ് അത് ഒന്നും ബൈ ചാൻസ് ആയിട്ട് ഉണ്ടാവുന്നതല്ല. ഇപ്പൊ ബോഡി പാർട്സ് മൂവ് ചെയ്യുന്നതാണെങ്കിലും കുട്ടിയുടെ കോൺസെൻട്രേഷൻ, ഇതെല്ലാം പലതും കുട്ടി ചെയ്യുന്നതിലൂടെ അതിന് ഡെവലപ്പ് ചെയ്താണ് വരുന്നത്. അപ്പൊ അവന്റെ ഉള്ളിൽ നിന്ന് ഒരു ഇന്റേണൽ ഒരു എയ്ഡ്, ഉള്ളിൽ നിന്ന് ഇങ്ങനെ അവനെ ഒരു പവർ ഉണ്ട്, ആ പവറാണ് ഇവനെ പ്രഷറൈസ് ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഡൈഡാക്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. ഇപ്പൊ ഒരു ബോർഡ് കുട്ടിക്ക് കൊടുക്കുവാണെന്ന് വിചാരിച്ചു, ആ ബോർഡിന് സാൻഡ് പേപ്പർ ഒട്ടിച്ചൊരു ബോർഡാന്ന് വിചാരിക്കാം. അപ്പൊ സാൻഡ് പേപ്പറിന് നമുക്കറിയാം റഫ്നെസ് ആണ് സാൻഡ് പേപ്പറിലുള്ളത്. അപ്പൊ അതിലൂടെ അവന്റെ കുഞ്ഞു വിരലിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവന്റെ കുഞ്ഞു വിരലിലെ മസിൽസിന് ഡെവലപ്മെന്റ് ഉണ്ടാകും. ആ റഫ്നെസ് അവൻ ശരിക്കും എൻജോയ് ചെയ്യും, ഒരു ടിംഗ്ലിംഗ് എഫക്ട് പോലെ അവന് തോന്നും, എൻജോയ് ചെയ്യും. അതാണ് ഡൈഡാക്റ്റിക് മെറ്റീരിയൽ. മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം തന്നെ ഡൈഡാക്റ്റിക് മെറ്റീരിയൽ ആണ്. കാരണം അതിന് ഓരോന്നിനും ഓരോ ഇൻഫർമേഷൻസ് ആണ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ചുമ്മാ എന്തെങ്കിലും അല്ല, അതിലൂടെ ഒരു ഇൻഫർമേഷൻ അവന് കിട്ടുന്നു, അല്ലെങ്കിൽ അതിലൂടെ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നു. ഡൈഡാക്റ്റിക് മെറ്റീരിയൽസ് അവന്റെ സെൻസിനെ, ആ ടച്ച്, സാൻഡ് പേപ്പറിൽ ടച്ച് ചെയ്യുന്നതിന്റെ ടാക്ടൈൽ സെൻസ്, ആ ടച്ച് സെൻസ് അത് ട്രിഗർ ആവുകയാണ് അല്ലെ, അത് അവന്റെ ബ്രെയിനിലേക്ക് പോകും. ആ സാൻഡ് പേപ്പർ നമ്മൾ അക്ഷരം പോലെ ലെറ്റേഴ്സ് പോലെ കട്ട് ചെയ്തിട്ടാ കൊടുക്കുന്നെങ്കിലോ ബ്രെയിനിൽ ആ ഇമേജ് അങ്ങനെ തന്നെ ഇംപ്രഷൻ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. റിഫൈൻമെന്റ് ഓഫ് ദി സെൻസ്, സെൻസറി, അതാണ് മറിയ മോണ്ടിസോറിയുടെ മോണ്ടിസോറി മെത്തേഡ് സെൻസറി എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 സെൻസിനെ കണക്ട് ചെയ്തിട്ടാണ് കുട്ടി പലതും പഠിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവർക്ക് അത് നല്ലൊരു ഓർഡറിലും നല്ലൊരു പെർസെപ്ഷൻ, അതിനെക്കുറിച്ച് നല്ലൊരു ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ഉള്ള പിക്ചർ കുട്ടിക്ക് കിട്ടുന്നതാണ് പറയുന്നത് സെൻസറി എഡ്യൂക്കേഷൻ. അതിന്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോ പറഞ്ഞത്. സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ്, നമ്പേഴ്സ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്കത് പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ അവരുടെ മനസ്സിലേക്ക് വരും എന്നുള്ളത്. കൈപിടിച്ച് കുറെ നേരം എഴുതിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ആ ലെറ്റേഴ്സും നമ്പേഴ്സും കുട്ടിയുടെ മനസ്സിലേക്ക് പതിയും, ഒരു ഇംപ്രഷൻ പോലെ കിടക്കും. നെക്സ്റ്റ് പാരഗ്രാഫ് കൂടെ വായിച്ച് നമുക്ക് ക്ലാസ് എന്ത് ചെയ്യും, അത് വായിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്, മൈന്യൂട്ട് ഒബ്ജക്ട്സ്. Sensitive to small objects. Children have the craving to pay attention to small objects from 2 years of age. A toddler, for people, when talking a stroll in a garden, will focus his attention on a ladybird or army of ants zigzag passage instead of looking at the breath.
talking wave of a sense. Sensitivity to small objects is an important development because it helps broaden the child's observation and allows the child to concentrate his intellectual powers on a specific problem. Sensitivity to small detail draws the child to the finished objects. When the child is drawn to small things, the sensitivity holds the child's attention. Therefore, an extended period, the ability to focus. കുട്ടികൾക്ക് എപ്പോഴും ചെറിയ കാര്യങ്ങളോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും. അപ്പോ ടോഡ്ലർ എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിലുള്ളത് അവരിങ്ങനെ ഗാർഡനിലൊക്കെ പോവുകയാണെങ്കിൽ ചെറിയ ലേഡിബേർഡ് ഇല്ലേ, ചെറിയ പക്ഷികള്, അതുപോലെ തന്നെ ആർമി ഓഫ് ആൻസ് ഇങ്ങനെ സിക്സ് ആക്ക് മോഷനിൽ ഇങ്ങനെ പോകുന്നതും ഇതൊക്കെ അവരിങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചെറിയ സാധനങ്ങളോട് അവർക്ക് ഭയങ്കര സെൻസിറ്റിവിറ്റിയാണ്. കുട്ടികളുടെ ഒബ്സർവേഷൻ കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അവരുടെ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ഇതൊക്കെ കൂടും. നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ബീഡ്സ് നല്ലത് തന്നെയാണ് കുട്ടിയുടെ ഡെവലപ്മെന്റിന്. പക്ഷെ അവർ വായിലോ മൂക്കിലോ ഒന്നും ശ്രദ്ധിക്കണം. അതിങ്ങനെ കോർക്കുക, അങ്ങനെ അതെല്ലാം ചെയ്യുകയാണെങ്കിൽ വളരെ കോൺസെൻട്രേഷനോടുകൂടി അവരത് ചെയ്യും. കുട്ടിയുടെ അറ്റൻഷൻ വളരെ വൈഡായിട്ട് പോകുമെന്നാ പറയുന്നത്. അവർ ഭയങ്കരമായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യും. ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ കണ്ട് അതിന്റെ വൈഡായിട്ട് കുട്ടിയുടെ അറ്റൻഷൻ പോകണം. അതിന് വേണ്ടിയിട്ടാണ് മൈന്യൂട്ട് ഒബ്ജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജിന്റെ സമയത്ത്. ഓക്കെ, അവരുടെ ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി കൂടുന്നു, കോൺസെൻട്രേഷൻ കൂടുന്നു, പവർ ഓഫ് അറ്റൻഷൻ കൂടുന്നു. മോണ്ടിസോറി ഇതെല്ലാം ഈ ഒരു സെൻസിറ്റിവിറ്റി പീരീഡ് മനസ്സിലാക്കിയിട്ടാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് 70 യൂണിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. 70 യൂണിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ആ എൻവിയോൺമെന്റിൽ എങ്ങനെയാണ് മോണ്ടിസോറി ഓരോ മെറ്റീരിയലിനും ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഓരോ മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എൻഡ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇതും 70 യൂണിറ്റ് കുറേ ഉണ്ട്. അത് തീർന്നു. പിന്നെ ഇനി ഇത് കഴിഞ്ഞാൽ 7 എടുക്കും, പിന്നെ 10 ആയിരിക്കും എടുക്കുന്നത്. ആതിര മിസ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ചിലപ്പം അവരൊക്കെ ചിലപ്പോൾ ഞാൻ കയറും, ഞാൻ ഫ്രീ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തീരും. ഓക്കെ, MT5 ഇപ്പൊ മോഡൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. അവരുടെ മെയിൻ എക്സാം അത് കഴിഞ്ഞാവും, വൈവയാവും. അവരുടെ എക്സാം കഴിയുമ്പോഴേക്കും ആ ഒരു പോർഷൻസ് ഒക്കെ നിങ്ങളുടെ ഒക്കെ വേഗം തീർക്കണം എന്ന് വിചാരിക്കാൻ. പിന്നെ മെസ്സേജ് വന്നിരുന്നോ PGയുടെ ക്ലാസ് 26 തുടങ്ങുന്നു? ഇല്ലല്ലോ. 26 ഓൺവേഴ്സ് PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 5 ദിവസം തന്നെയാണ് ആഴ്ചയിൽ, മൺഡേ ടു ഫ്രൈഡേ 2:30 to 3:30 ആണ് സമയം. പിന്നെ എന്താ, അപ്പൊ PG നമുക്ക് സെമിനാർസ് ആണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ക്ലാസ്സിൽ മേ ബി ഒരു ഹാഫ് ആൻ അവർ ക്ലാസ് എടുക്കുന്ന ടീച്ചറും ബാക്കി ഹാഫ് ആൻ അവർ 5 minutes ഡിവൈഡ് ചെയ്ത് 5 പേര്, 6 പേർക്ക് പറ്റി വരില്ല. 5 minutes ആണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലോ എന്ന് വെച്ചിട്ട് 5 minutes നിങ്ങൾക്ക് തന്നെ ടോപ്പിക് സെലക്ട് ചെയ്യാം. അതിന്റെ ടോപ്പിക് ആയിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ തരാം. മാക്സിമം സെമിനാർ എടുക്കാൻ പറ്റുന്ന ഒരു സെമിനാർ എടുക്കും. പിന്നെ റിപ്പോർട്ട് ക്ലാസ് കാണുന്നവരും ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്കും പറ്റില്ലല്ലോ ലൈവായിട്ട് തന്നെ സെമിനാർ എടുക്കാൻ. അവർക്ക് വേറൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഒത്തിരി പേര് നല്ല പ്രസന്റേഷൻ സ്കിൽ ഉള്ളവരുണ്ട് നമ്മുടെ കൂടെ. അപ്പൊ ഞങ്ങൾ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ആഴത്തിൽ അതെല്ലാം അനലൈസ് ചെയ്ത് നിങ്ങൾ അത് എടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ചെറിയ ചെറിയ ടോപ്പിക് മതി. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടോപ്പിക്സ് എടുക്കുക. പ്രാക്ടിക്കൽ സൈഡിൽ 100 മാർക്സ് ആണ് അതിന്. അപ്പൊ മിസ് 1:30 to 2:30 വരെ ഈ ക്ലാസ് ഇല്ലേ? ഡിപ്ലോമയുടെ ക്ലാസ് പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ ക്ലാസ് ആണോ? ക്ലാസ് വരും. കാരണം വേറെ ഒന്നുമല്ല, 3:30 വരെ ടീച്ചേഴ്സിന് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈം ഉള്ളൂ. അപ്പൊ പിന്നെ അതാണ് ആ ടൈമാണ് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ഞാൻ പിന്നെ വീട്ടിൽ നിന്നാണല്ലോ കുറച്ചുകൂടെ നേരം സംസാരിക്കാൻ വേണമെങ്കിൽ. 2:30 അത് മിസ് PG ക്ലാസ് ആണോ പറഞ്ഞത്? PG ക്ലാസ് ആണ് പറഞ്ഞത്. PGക്കാണ് സെമിനാർ ഉള്ളത്. PG ക്ലാസ് ആണ്. ഡിപ്ലോമക്കാരുടെ അല്ല, ഡിപ്ലോമയ്ക്ക് 1:30 to 2:30 വരെ ഡിപ്ലോമ PG കമ്പൈൻ ക്ലാസ്സേ ഉള്ളൂ. പിന്നെ PGയുടെ മാത്രം 4th മോഡ്യൂളും 5th മോഡ്യൂളും. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമുക്ക് രസകരമാക്കാൻ വേണ്ടിയിട്ടാണ് സെമിനാർ ആയിട്ട് പറയുന്നത്. കാരണം ടീച്ചർ മാത്രം ഇരുന്ന് സംസാരിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ ഐഡിയാസും കുറെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത്
ഈവൻ ദോ അത് മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. മിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ബീഡ്സിന്റെ കാര്യം. അത് നമ്മൾ ഒരു സെറ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? ബീഡ്സ് ആണോ? ബീഡ് സ്ട്രിങ് ആണോ? അതെ, കാരണം അതിന്റെ ആ ഒരു സ്ട്രിങ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോ നമ്മുടെ ഈ കമ്പി വേലിയൊക്കെ കെട്ടൂലേ, ആ ഒരു ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബീഡ്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആ സ്ട്രിങ് കിട്ടാൻ ഭയങ്കര പാടാ. എന്താണ് കുറേ ക്രാഫ്റ്റ്, ഈ ഫ്ലവർ വേസോ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പി ഉണ്ടല്ലോ, അത് കിട്ടില്ലേ ക്രാഫ്റ്റിന്റെ? എന്തായാലും പേര് പറയാൻ വൈൻഡിങ് വെയറോ, പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ ഫ്ലവറും ഫ്ലവർ വേസ് ഒക്കെ ഉണ്ടാക്കുന്നവര് അതിന്റെ ഈ ട്രങ്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തരം ഒരു ഗോൾഡൻ കളർ ആയിട്ടുള്ള അതല്ലേ? എനിക്കറിയില്ല, കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം. ടങ്കീസ് ആയാലോ? നമ്മള് 10 പീസസ് തന്നെ, എല്ലാം 10 പീസസ് തന്നെ വേണമെന്നുണ്ടോ? ഒരെണ്ണം പോരെ? പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാലോ. ഞാൻ ഇത് നമുക്ക് ആക്ടിവിറ്റി നമ്മുടെ വൈവയ്ക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരെണ്ണം എടുത്ത് കാണിക്കാം. ഞാൻ നിങ്ങളോട് ഇത് 2-3 സെറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത് വൈവയ്ക്ക് വേണ്ടിയിട്ടല്ല. നമ്മളൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എല്ലാരെയും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരെണ്ണമെങ്കിലും കൊടുക്കാൻ ഉണ്ടാവണമല്ലോ കയ്യില്. അത് നമുക്ക് അപ്പം ഉണ്ടാക്കിയ പോരെ? ഞാൻ ഇപ്പൊ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ചെയ്യുമ്പോ അങ്ങ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തോളൂ എന്നേ പറഞ്ഞുള്ളൂ. ആ സമയത്ത്, കാരണം അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് കിട്ടാതെ അവരിയ്ക്കും, അതൊരു വിഷമാവൂലോ. അപ്പൊ എല്ലാവർക്കും കയ്യിൽ ഒരെണ്ണം കൊടുക്കാൻ നമുക്ക് പറ്റണമല്ലോ. ഇതിന് വേണ്ടിയിട്ട് കുറെ ക്രാഫ്റ്റ് പാലറ്റ് കടയിൽ കയറി ഇറങ്ങി ഞാൻ. എനിക്ക് അറിയാവുന്ന കട ഞാൻ മുഴുവൻ അരിച്ചു പറിക്കും. പിന്നെ ക്രാഫ്റ്റ് പാലറ്റ് കട നമ്മൾ വിചാരിക്കണ പോലെ എവിടെയെങ്കിലൊക്കെ ഓരോന്നോരോന്നേ കാണുള്ളൂ. അതിലുള്ള കട മുഴുവൻ ഞാൻ തിരഞ്ഞു നോക്കി. അപ്പൊ അവർക്കത് മനസ്സിലാവാഞ്ഞിട്ടാണോന്നും എനിക്കറിയില്ല. ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പി, അതിന്റെ പേര് എനിക്കറിയില്ല. നമ്മള് നൂൽക്കമ്പി. എന്തോ നൂൽക്കമ്പി എന്നല്ലേ പറയണ? അറിയില്ല അതെന്താന്ന്. അതിങ്ങനെ അവര് ഒരു കമ്പി എടുത്തു തരുന്നത് ഏതാന്ന് വെച്ച് പറഞ്ഞാൽ, നമ്മുടെ ഈ കാതിലിടുന്ന ഒരു കമ്മലിന്റെ കമ്പി ഉണ്ടാവില്ലേ, കാതിലെ ഒരു കമ്പി, അങ്ങനത്തെ ആ ഒരു കമ്പിയാണ് അവർ എടുത്തു തരുന്നത്. അത് പിന്നെ എന്താ പറയാ, ഇങ്ങനെ ഈ മാലയൊക്കെ ഉണ്ടാക്കുന്ന കാശിമാല, അങ്ങനെ നാഗപടമാല, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന ഒരു മാലയാണ് അവര്. അത് എടുത്തു തരുമ്പോ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അത് മതിയാവോ മിസ്സേ? അതാണ് അവര് കാണിച്ചു തന്നത്. ഞാൻ ചെയ്തിരിക്കുന്ന ഏകദേശം അതുപോലത്തെ കമ്പിയിലാണ്. മിസ്സേ, വാർപ്പിൽ ഉപയോഗിക്കുന്ന കെട്ടുകമ്പിയാണോ? ഏതാ? എന്തിനു ഉപയോഗിക്കുന്ന കെട്ടുകമ്പി? വാർപ്പ് പണിക്കൊക്കെ ഉപയോഗിക്കൂലേ, കമ്പികൾ തമ്മിൽ കെട്ടുന്ന. അത് ഭയങ്കര കട്ടിയാണോ? അത് തുരുമ്പിക്കുകയും ചെയ്യില്ലേ? കട്ടില്ലാത്തതാണ് നൈസ് വരുന്നത്. അത് തുരുമ്പ് വരൂടാ. അതുമല്ല, അത് ചിലപ്പോ ഹാംഫുൾ ആയിരിക്കും, കൊള്ളുമായിരിക്കും. മിസ് പറയുന്നത് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഈ പ്ലാസ്റ്റിക് പൂവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നവര് ഉപയോഗിക്കുന്ന ആ ഒരു കമ്പിയല്ലേ പറയുന്നത്? ഇത് കുഴപ്പമില്ലല്ലോ. ഇതെന്താ പറയണേ ഷൈനി പേര്? ഷിനി എന്താ പേര്? ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമ്പിയാന്ന് പറഞ്ഞു. അതന്നെ, ഇത് മതി തോന്നുന്നല്ലേ കോർക്കാൻ? ഇനി അതിന്റെ പിക്ക് ഒന്ന് ഗ്രൂപ്പിൽ ഇടുവോ? ഇത് മതി. എത്രയാ അതിന് റേറ്റ്? എത്രയാ? എങ്ങനെയാ? ഇത് കുറവാണ്, അത്ര റേറ്റ് ഒന്നുമില്ല. ഞാൻ ഷോപ്പിൽ ചോദിച്ചപ്പോ അതിന് ഒരു റോളിന് 30 രൂപ എന്നാ പറഞ്ഞത്. കുറച്ചധികം ഉണ്ടാവില്ലേ ഒരു റോൾ എന്ന് പറയുമ്പോ? ഉണ്ടാവും, മീറ്റർ ആയിട്ട് കിട്ടും. നമുക്ക് ഇത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ അത്ര മീറ്റർ ആയിട്ട് കിട്ടും. ഞാൻ ക്രാഫ്റ്റിന്റെ ഷോപ്പിൽ പോയിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ വീട്ടിലല്ല, അല്ലെ ഞാൻ എടുത്ത് കാണിക്കായിരുന്നു. അപ്പൊ അത് റോളിന് 30 രൂപ എന്നാ പറഞ്ഞത്. ഇത് കളർ എന്താ ഷിനി? ഇത് സിൽവറും ഉണ്ട്, ഗോൾഡന്റെയും കിട്ടും. നമുക്ക് ഫ്ലെക്സിബിൾ അല്ലേ? പറ്റുമല്ലോ അല്ലേ? അപ്പൊ അത് നോക്കി വാങ്ങിച്ചാൽ മതി. ചിലപ്പോ ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ ഒരു പിക്ചർ എടുത്തിട്ട്
ആമസോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ എന്തിലേക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അവൈലബിൾ ആണെങ്കിൽ കിട്ടുമല്ലോ. ഇത് നമുക്ക് എത്ര മീറ്റർ വേണം? 4 മീറ്റർ അങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്റെ മകൾ ഒരു പാട്ട് പാടാം. പാടും. മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ലേ കൊണ്ടൊരു കൊരലാരങ്കിട്ടി മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ലേ കൊണ്ടൊരു കൊരലാരങ്കിട്ടി ഒഴുകിടുമാറ്റിന്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകേരുന്നു മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ലേ കൊണ്ടൊരു കൊരലാരങ്കിട്ടി കാളിന്തി പെണ്ണപ്പാളോടെ കൈനീട്ടി കീഴിൽ കാലിൽ പിടിച്ചോ വലിച്ചോ കാളിന്തി പെണ്ണപ്പോടെ കൈനീട്ടി കാലിൽ പിടിച്ചോ വലിച്ചോ ആളില്ല നേരം നീതാനിറങ്ങി മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ലേ കൊണ്ട് കൊരലാരങ്കിട്ടി കാളിയനപ്പോൾ കൊതിച്ചു പാഞ്ഞെത്തി പാലന സർപ്പത്തെയോലപ്പാമ്പാക്കി കാളിയനപ്പോൾ കൊതിച്ചു പാഞ്ഞെത്തി പാലന സർപ്പത്തെ ഓലപ്പാമ്പാക്കി 33 ദേവജനപ്പോൾ പുഷ്പങ്ങൾ കൊണ്ടൊരു പൂമഴ പെയ്തു മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ലേ കൊണ്ടൊരു കൊരലാരങ്കിട്ടി ഒഴുകിടുമാതിന്റെ കൽപ്പടവിൽ ചാടി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകേരുന്നു അടിപൊളി, വെരി നൈസ്. അവൾക്ക് ലോങ് ആയിട്ടുള്ള ആ ഒരു പാട്ട് എന്താ പറയാ, ഫ്ലോയില് പാടിയതേ. അവൾക്ക് പറഞ്ഞു ചെറിയ അവൾക്ക് 4 വയസ്സോ 4 വയസ്സ്. പക്ഷെ നോക്കും മോൾ എന്താ ഫീലോട് കൂടിയും അത്രയും വരികളും ഉണ്ട് അതില്. അങ്ങനെ പെട്ടെന്ന് നിഷ്പ്രയാസം പാടാൻ പറ്റുന്ന പാട്ടൊന്നും അല്ല. അവള് കടിച്ച പൊട്ടാത്ത പാട്ടേ പാടല്ലോ. ആണോ? അതായിരിക്കും ആളുടെ ഒരു ഓർഡർ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്കാണെങ്കിൽ നെക്സ്റ്റ് വന്ന് ഇന്റേൺഷിപ്പിന് വന്നിട്ട് അപ്പൊ പ്രാക്ടിക്കൽ തുടങ്ങുമല്ലോ മിസ്സേ, നേരെ പോകാൻ പറ്റുമോ? പ്രാക്ടിക്കല് തുടങ്ങുന്നല്ലോ. പ്രാക്ടിക്കലിന്റെ ടൈം ഞാൻ പറഞ്ഞിരുന്നു. ആരോടാണ് ഞാൻ പറഞ്ഞത്? ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് പറയും ടൈമിലാണ് നിങ്ങളുടെ ക്ലാസ്. പ്രാക്ടിക്കൽസ് ആണ്, മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ഡെമോയും അതിന്റെ പ്രാക്ടിക്കലും. അപ്പൊ ആ ഒരു ടൈം തന്നെയാണ്. അത് കാണാൻ അനുവദിക്കുമോ എന്നൊന്ന് ചോദിക്കാൻ പറ്റുമോ? അതായത് ഇന്റേൺഷിപ്പിന് പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മളുടെ പോർഷൻസ് തീർന്ന് നമ്മൾ മോഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യും. അതല്ലേ ആരും ഉദ്ദേശിച്ചത്? അതെ, പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങും. പ്രാക്ടിക്കൽ സെഷൻ മിസ്സാകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യും, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചെയ്യും. ചിലർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർ എന്തായാലും ഓൺലൈൻ തന്നെ അത് കണ്ട് അപ്പൊ തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഇന്റേൺഷിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിലാണെങ്കിൽ
ആ സ്കൂളിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ എൻ്റെ പ്രാക്ടിക്കൽ സെഷനാണ്, ആ ഒരു 1 hour, ബാക്കിയുള്ള സമയത്ത് നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്താൽ മതിയല്ലോ. ആ രീതിയിൽ ചെയ്യാൻ പറ്റും ടീച്ചിങ്. കാരണം കോർ ടോപ്പിക്കാണ് സ്കൂൾ മെറ്റീരിയൽസിന്റെ പ്രാക്ടിക്കൽസ് ഉള്ളത്. മനസ്സിലാകുന്ന ഒരു സ്കൂളാണെങ്കിൽ അവർ പെർമിറ്റ് ചെയ്യുമായിരിക്കും. മിസ് അത് എന്നോടായിരുന്നു പറഞ്ഞത്. ആണോ? ചോദിക്കാന്ന്. ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലാരും ആ ഒരു കാര്യത്തിലൂടെ കടന്നു പോവാണ് അല്ലെ. പ്രാക്ടിക്കൽ സെഷൻ എന്തായാലും നിങ്ങളുടെ ക്ലാസ് ടൈമിൽ തന്നെ ആയിരിക്കും. ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ടൈം അല്ലേ സ്കൂളിലെ? കുട്ടികളൊക്കെ ഉറങ്ങൊക്കെ, ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെയാണെങ്കിൽ അവരെ വല്ല കളറിങ്ങോ ഉറക്കോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കില്ലേ. നിങ്ങൾ അത് ചോദിച്ചു നോക്കും, അവിടെ ചെയ്യാനായിട്ട് പോകുമ്പോൾ അതൊന്ന് ചോദിച്ചു നോക്കും. നിങ്ങളുടെ അത് കോഴ്സിനെ റിലേറ്റ് ചെയ്ത് നല്ലൊരു കാര്യമാകുമ്പോൾ ചിലർക്ക് മനസ്സിലാവും. ഈവൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ടൈം ഒന്ന് ഒരു കൺസിഡർ ചെയ്ത് അവർ കൊടുക്കാറുണ്ട്. പ്രാക്ടിക്കലിന്റെ PDF പ്രിന്റ് എടുക്കണ്ടേ? മൊഡ്യൂൾ 3 ആണോ? അതെ അതെ. കുറച്ചധികം ഉണ്ട് അല്ലേ? അത് ഉള്ളത് നല്ലതാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ മോണ്ടിസോറി മെറ്റീരിയൽസും അതിന്റെ അപ്പാരറ്റസിന്റെ കാര്യങ്ങളൊക്കെ ഓരോ വർഷം കഴിയുമ്പോൾ അപ്ഡേറ്റഡ് ആവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു റെഫറൻസ് മാത്രമേ ഉള്ളൂ PDF ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഒരു കോപ്പി കഴിഞ്ഞാൽ നല്ലത്, അല്ലെങ്കിൽ വായിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം നോട്ട് ചെയ്ത് വെക്കാൻ സമയം ഉണ്ടെങ്കിൽ കുറെ ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളാണ്, പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. ജഗ്ഗില് വെള്ളം നിറയ്ക്കുക, ജഗ്ഗില് പൾസ് നിറയ്ക്കുക, അതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടോ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഓരോന്നിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ റെക്കോർഡ് ബുക്ക് എഴുതുന്നുണ്ട്. പിന്നെ കോപ്പി ആയിട്ട് തന്നെ സോഫ്റ്റ് കോപ്പി ആയിട്ട് തന്നെ എഴുതുമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. കാരണം പ്രിന്റ് എടുക്കാൻ കുറേ പേജ്. വീട്ടിൽ പ്രിന്ററൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഡബിൾ സൈഡ് എടുത്തെടുത്ത് പോവാം. നോക്കിയിട്ട് അത് എടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ അപ്പാരറ്റസ് റെക്കോർഡില്ലേ, അതിൽ നിങ്ങൾ പല മെറ്റീരിയൽസിനെ കുറിച്ച് എഴുതാൻ തുടങ്ങുമ്പോൾ ആ PDF നോക്കിയിട്ട് എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സും കൂടി PDF അതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ റെക്കോർഡ് ബുക്കിലേക്ക് ആഡ് ചെയ്യാം. പിന്നെയുള്ളതെല്ലാം പ്രാക്ടിക്കൽസ്, ഡെമോൺസ്ട്രേഷൻ, കുട്ടിയെ കൊണ്ട് അത് ചെയ്യിക്കുക, ഒബ്സർവ് ചെയ്യുക, എന്താണ് സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, വേറൊന്നുമില്ലല്ലോ? ഒരു കാര്യം ചോദിച്ചേ, നമുക്ക് കളർക്കാർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാനത് ഉണ്ടാക്കി, ഇത് ചെറുതായി പോയോ? നമുക്കൊന്ന് നോക്കാവോ? ഇത് കളർ വെട്ടി ഒട്ടിക്കുകയോ ചെയ്തേ, അത് ചെറുതായി പോയോ? നമുക്ക് കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാനേ തീരെ യെല്ലോ ആണ് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നു. കുഴപ്പമില്ല. വീട്ടിൽ കുട്ടികളുണ്ടോ? ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കൂ. അവിടെ കുട്ടികൾ പഠിച്ചതാ, അവര് പഠിച്ചു കഴിഞ്ഞതാ. LKG UKG. ഇതിങ്ങനെ ഇത് മാറ്റി ചെയ്യണോ? അത് ഇത് ചെറുതായി പോയോ? പേപ്പർ ഒട്ടിച്ചേക്കുവാണോ? ഇത് ഞാൻ ഒട്ടിച്ചു. ഇത് ചാർട്ട് പേപ്പറിലേക്ക് ഒട്ടിച്ചു, അതിന്റെ ഔട്ടർ കൊടുക്കുക. ശരി. ഇത് മാറ്റി ചെയ്യണോ മിസ്? വേണ്ട, മാറ്റി ചെയ്യണ്ട. നന്നായിട്ടുണ്ട്. എന്തായാലും ഒന്ന് കൊണ്ടുപോയി നോക്കൂ കുട്ടികളുള്ള സ്ഥലത്ത്. ഇവിടെ മക്കള് പഠിച്ചതായിട്ട് അവര് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയാലോ. പുതിയതായിട്ട് ഒരു കുട്ടിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോ എങ്ങനെയാന്ന് അറിയില്ല. അത് ചെറുതായോന്ന് എനിക്കൊരു ഡൗട്ട്, അതാ ഞാൻ കാണിച്ചത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ടോന്നൊരു ഡൗട്ട് തോന്നി അല്ലേ? ബ്ലൂ ആണല്ലോ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. യെല്ലോ ആണെന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന് നോക്കുമ്പോ നമുക്ക് ബ്ലൂ അല്ല. അതുപോലെ യെല്ലോ ആണെങ്കിലും യെല്ലോ ഇത് വെച്ചോണ്ട് ബ്ലൂ എന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന് നമ്മളെ കാണുന്നത് യെല്ലോ അല്ലേ? മാറ്റി ചെയ്യണം. വേണ്ട, അതങ്ങനെ ഇരിക്കട്ടെ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ആ കളറിലുള്ള എന്തെങ്കിലും ഫ്ലവേഴ്സിന്റെയോ എന്തിന്റെങ്കിലും പിക്ചേഴ്സ് ഒട്ടിക്കാം. അപ്പൊ ആ കളറിൽ വരുന്ന ഒരു ഒബ്ജക്റ്റ് ആ ഒരു രീതിയിൽ അവർക്ക് കണക്റ്റും ചെയ്യാലോ. ഇച്ചിരി പാടായിരിക്കും കളക്ട് ചെയ്യാനായിട്ട്. സാരല്ല. ശരി. ഓക്കെ.
എന്നല്ലല്ലോ മോളുടെ നല്ലൊരു പാട്ട്. മോളുടെ പേരെന്തായിരുന്നു ശരണ്യ? സൂര്യഗായത്രി. പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ടോ? അവളെ ഇപ്രാവശ്യം ചേർത്തിട്ടുണ്ട്. ആ, good. എന്റെ നാത്തൂന്റെ മകളാണ്. ആണോ? സൂര്യഗായത്രി. അവള് ഇതിനു മുന്നേ ഒരു പാട്ട് പാടിയിട്ടില്ലേ? അവള് 7ാം മാസത്തിലാണ് അവളെ ഡെലിവറി. ആ സമയത്താണ് പ്രസവിച്ചത്. ഓ ശരി ശരി. ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവുണ്ട്. പാട്ട് പാടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ അല്ലേ. വേറെ എന്തും നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് കിട്ടും. പാട്ട് പാടുക, വരയ്ക്കുക, അതൊക്കെ ഇച്ചിരി ഡിവൈൻ ആണ് അവിടുന്ന്. മാം അവള് പിന്നെ ടിവിയിലെല്ലാം വാച്ച് ചെയ്യും. വാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്തെല്ലോ ശ്രദ്ധിക്കുന്നു, എവിടെയോ കളിക്കുന്നു. പിറ്റേ ദിവസം ആ വാച്ച് ചെയ്ത സംഭവങ്ങളെല്ലാം പിറ്റേ ദിവസം പറയും. അതാണ് അവള് അപ്പൊ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അത് പിറ്റേ ദിവസം ഒരു പാട്ട് കേട്ടാലേ ആ ഡേ പാടൂല, പിറ്റേ ദിവസം അത് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ആക്കിയിട്ട് സ്വന്തമായിട്ട് പാടും. ഓ ശരി, വെരി ഗുഡ്. മോളേക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നൊരു പ്രതീക്ഷ. ഓക്കെ ഓക്കെ മാം. Thank you, Miss. താങ്ക് യു മിസ്. Thank you, Miss.